അതുപോലെ തന്നെ ചാപ്പനങ്ങാടി പോലെയുള്ള ആളുകളുമായി വളരെ അടുക്കുകയും ഞാനൊരിക്കൽ ചാപ്പനങ്ങാടി ഹജ്ജിന് പോയപ്പോ 1974 തോന്നുന്നത് ഹജ്ജിന് പോയിട്ട് പിന്നെ യാതൊരു വിവരവുമില്ല. അത് കപ്പലിന് ബോംബെക്ക് തിരുവനന്തപുരത്ത് വണ്ടി കയറി ബോംബെ പോയി, ബോംബെന്ന് കപ്പലിന് പിന്നെ പോയി. പിന്നെ അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. 3 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഹജ്ജിന് പോയിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കത്തേറ്റം വന്നതുകൊണ്ട് പിന്നെ അവിടെ മീനയിൽ തീപിടുത്തുണ്ടായി. മലയാളികളാരും പെട്ടിട്ടില്ല എന്നൊക്കെ പേപ്പറിൽ ഇങ്ങനെ കണ്ടു എന്നല്ലാതെ. അപ്പൊ ഇങ്ങനെ വീട്ടില് എല്ലാരും ബേജാറിലും ഉമ്മ ഇരുന്ന് കരയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഞാൻ അന്ന് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടിന്റെ അടുക്ക് ഞാൻ അന്ന് പോയിരുന്നു. അത് അങ്ങനെ വേറെ വിഷയത്തിനാണ് പോയി. അപ്പൊ മഹാനവർകൾ ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ കിടന്ന് വിഷമിക്കുകയാണ്. അങ്ങനെ ആ വെളുത്ത ശരീരത്തെ തടിയുള്ള വെളുത്ത ഒരു കുറിയ മനുഷ്യനായിരുന്നല്ലോ. അങ്ങനെ അദ്ദേഹം എനിക്ക് ചെരിഞ്ഞിങ്ങനെ കെടുക്കുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പുറം അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ, അള്ളാഹു തആല ചെയ്ത തന്ന വലിയൊരു ഭാഗ്യമായിട്ട് മനസ്സിലാക്കുക. പുറം ഞാൻ അങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു. കുറേ എന്റെ കയ്യിനെ കടഞ്ഞിട്ട് മൂപ്പര് നിർത്താൻ പറയാതെ നമുക്ക് വിട്ടുപോരാൻ വയ്യല്ലോ. അപ്പൊ അങ്ങനെ കുറെ നേരം ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനെ പുറം ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്ത് കുറെ, ചിലപ്പോ മിനിറ്റുകളല്ല മണിക്കൂറുകളൊക്കെ ആയിരുന്നു തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുമ്പ് അഞ്ഞിക്കുട്ടി പോയിക്കോളി പറഞ്ഞു. അപ്പോ അതിനു മുമ്പ് പല പ്രാവശ്യം, അതിന് മുമ്പും ശേഷമൊക്കെ പല പ്രാവശ്യം കാണും ചെയ്തിട്ടുണ്ട്. ഞങ്ങള് അന്നൊക്കെ ഈ ബാപ്പു മുസ്ലിയാരുടെ ഹലക്കണ്ടല്ലോ, ദിക്റുകള്, അതിന് വാർഷികത്തിനൊക്കെ മൂപ്പര് വരും. അപ്പൊ അതിലൊക്കെ അങ്ങനെയൊക്കെ കാണും. ബഹുമാനപ്പെട്ട കക്കിരിപ്പുറം അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ചില വിഷയങ്ങളൊക്കെ നമുക്ക് വാങ്ങാനും സാധിച്ചു, അൽഹംദുലില്ലാ. അപ്പോ അൽഹംദുലില്ലാ. അപ്പൊ ഈ പഴയ കാലത്ത് പല ആളുകളേറ്റേ ഈ അന്നുള്ള പല സംഭവങ്ങളും ഇങ്ങനെ അറിയുന്ന ആളുകളൊക്കെ പുതിയ തലമുറക്ക് കൈമാറണം. അതല്ലെങ്കിൽ ആ വിവരം അറിയില്ലല്ലോ. ഇപ്പൊ ബഹുമാനപ്പെട്ട ഷംസുൽമനെ കുറിച്ചൊക്കെ അബൂ റാഷിദ് ഉസ്താദ് ഒക്കെ ഇങ്ങനെ പലതും ഇങ്ങനെ പറയും. അപ്പൊ ഈ ചെറുപ്പക്കാരായ അൽ-ഇസ്തിഖാമ പോലെയുള്ള ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ ഇപ്പോ എന്താ ഇപ്പൊ മനുഷ്യനെപ്പോ മനസ്സിലാക്കി. അതൊരു അങ്ങനത്തെ ഒന്നും അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട ഷംസുൽമനെ പോലെയുള്ള എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു മനുഷ്യനെ, എല്ലാം സൗന്ദര്യമാണെങ്കിലോ ഭയങ്കര സൗന്ദര്യം അല്ലേ. ആ വയസ്സായിട്ടുള്ള സൗന്ദര്യം തന്നെ എന്തായിരുന്നു. അപ്പൊ മുപ്പര് യുവാവ് എന്ന കാലത്തുള്ള സ്ഥിതി എന്തായിരിക്കും അല്ലേ. വയസ്സായ സമയത്തിന്റെ ആളല്ലേ, എന്താ പറയാ, നല്ല ചൊങ്കനാളല്ലേ, നല്ല വഖാറും ഹൈബത്തും സൗന്ദര്യവും ജമാലിയത്തും വഖാറും ഹൈബത്തും ഇൽമും തഖ്വയും എല്ലാം ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യൻ. പണ്ട് മുസ്തഫ ഫൈസിന്റെ ആ ഒരു പ്രസംഗം ഉണ്ടല്ലോ, അതിലിങ്ങനെ 3 വർഷം മൂപ്പരുടെ അടുക്കൽ നിന്ന് ബുഖാരി അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയൊക്കെ ഓതാൻ സാധിച്ചു. പിന്നെ പട്ടിക്കാട് ജാമിഅ അറബി കോളേജിൽ നിന്ന് മുഖ്തസറിൽ നിന്ന് കുറെ ഭാഗവും പിന്നെ മുത്തവിൽ 2 കൊല്ലവും ഒരൊറ്റ സബുക്കും ഒരൊറ്റ ദിവസവും അദ്ദേഹത്തിന് ഒഴിഞ്ഞിട്ടില്ല. ഷംസുൽമന്റെ ഒരൊറ്റ ദിവസമെങ്കിലും അദ്ദേഹത്തിന് ഒഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ മരിച്ചിട്ട് പോയിട്ട് പിറ്റേ ദിവസം ബുഖാരിക്ക് എത്തിയില്ല. ആ സമയത്ത് എത്തിയില്ല. അതിൽ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ജ്യേഷ്ഠൻ മരിച്ചൊന്നും പെട്ടെന്ന് പോരാൻ വയ്യല്ലോ. പിന്നെ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്ത്, അന്ന് ബുഖാരി ഉണ്ടായിട്ടില്ല, അന്ന് ഷംസുലും എത്തിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ബുഖാരി ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ ചുരുക്കി പറയണെങ്കിൽ അപ്പൊ ഒരു ദിവസവും അദ്ദേഹം നഷ്ടപ്പെട്ടില്ല. അപ്പൊ മുസ്തഫ ഫൈസിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തുള്ള ബുദ്ധിജീവികളായ ആളുകളാണ് ഇസ്ലാമിനെ കുറിച്ച് ഓരോന്നും ചോദിക്കുക, അതിന് മറുപടി പറഞ്ഞല്ലോ. ആരെങ്കിലും ചോദിക്കണമല്ലോ അല്ലെ. ലോകത്തുള്ള ബുദ്ധിമാന്മാരായ ആളുകൾ പലതും ചോദിക്കും, അതിന് മറുപടി പറയണല്ലോ. അതിന് മറുപടിയാണ് കിട്ടേണ്ടത്. അത് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് തന്നെ കിട്ടണം എന്ന്. വേറെ ആയിരുന്നു കിട്ടിയാൽ ശരി, അത് ഷംസുൽമന്റെ അടുത്ത് തന്നെ കിട്ടണം. എന്നാലേ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഷംസുൽമന്റെ മറുപടിയൊക്കെ അങ്ങനെയാണ്. ഏത് ശാസ്ത്രജ്ഞനാവട്ടെ, ഏത് ബുദ്ധിജീവിയാവട്ടെ, ആരാവട്ടെ, അവരൊക്കെ സമ്മതിക്കുന്ന രീതിയിലുള്ള ഏറ്റവും തൃപ്തികരമായ മറുപടി നൽകാൻ സാധിക്കും. അതിൽ പ്രത്യേക ഇതാണല്ലേ, ആ അവസാന കൈക്ക് മുപ്പക്ക് വേറെ വിഷയം കൂട്ടിട്ടില്ലേ. ആ ക്രിസ്ത്യാനി പറഞ്ഞില്ലേ, പാതിരി നിങ്ങൾ പിന്നെ
എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണെന്ന് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിൽപ്പെട്ടൊരു പ്രവാചകനാണ് ഈസാ നബി. ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് അതിന് സാധിക്കുമോ? ഉടൻ മറുപടി പറയാൻ സാധിച്ചു, ശവം കൊണ്ടുവരേന്ന്, മയ്യിത്ത് കൊണ്ടുവരേ അറിഞ്ഞില്ലേ? അപ്പോ അയാൾ എന്താ പിന്നെ ചെയ്യ? ഇനി അവിടെ എന്താ പറയാനുള്ളത്? ശവം കൊണ്ടുപോവാ പറഞ്ഞു. പിന്നെ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ അപ്പൊ അങ്ങനെ ആ അവസാന കയ്യിനുണ്ടല്ലോ. പിന്നെ ബഹുമാനപ്പെട്ട ആരാ, സീതലി വ്യാജോ ആരാണിപ്പോ എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല, കൂടെ ഉണ്ടായിരുന്ന ഒരാള്, അദ്ദേഹം പറഞ്ഞത്ര ഞാൻ നിങ്ങൾ അഥവാ അയാൾ ശവം കൊണ്ടുവരാൻ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ ജീവിപ്പിക്കും എന്ന് പറഞ്ഞ മുമ്പ് പടച്ചോനെ. അപ്പൊ അതാണ് അല്ലേ, അതൊക്കെ വല്ലാത്തൊരു തീർച്ചയായിട്ടും വേണം ഇതിനൊക്കെ. അപ്പോ പിന്നെ അപ്പൊ എന്താ ഇവിടെ ഒരു സഹോദരിയുടെ ചോദ്യം, ഒരു സഹോദരന് നമ്മുടെ വേണ്ടപ്പെട്ട സഹോദരൻ PM ചെയ്തിട്ട് അറിയിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് മറുപടി ചെറിയ നിലക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ആ സഹോദരി കേൾക്കുന്നുണ്ടാവും മനസ്സിലാക്കുന്നു. അവർ ഉംറക്ക് പോയതാണ്, വഴിയിൽ വെച്ചാണ് ചോദ്യം വരുന്നത്. എവിടുന്നാണ് ഉംറക്ക് പോയതെന്ന് അറിയില്ല. അവര് ഇഹ്റാം ചെയ്തതിനു ശേഷം അറിയാതെ മുഖം മറച്ചു പോയി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് കുറ്റമില്ല, ഫിദിയും കൊടുക്കണ്ട. ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ അത് 2 തരാണ്. ചിലത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, പല പ്രാവശ്യം. ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന കാര്യങ്ങൾ 7 കാര്യങ്ങൾ ഹറാമാകും. അത് 2 തരാണ് ആ 7 കാര്യങ്ങൾ. ഒന്ന് അനുഭവിക്കലാണ്, സുഖിക്കലാണ്. മറ്റൊന്ന് നശിപ്പിക്കലാണ്. അപ്പൊ മുടി നീക്കം ചെയ്യുക, നഖം മുറിക്കുക, അല്ലെ, ഇതൊക്കെ. അതുപോലെ തന്നെ വേട്ടമൃഗത്തെ പിന്നെ പിടിച്ച് അതിനെ കൊല്ലുക, അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നശിപ്പിക്കല. അതൊക്കെ നശിപ്പിക്കല. അതേസമയത്ത് പിന്നെ മുഖം മറക്കുക, പുരുഷന്മാരാകുമ്പോ തല മറക്കുക, ചുറ്റുത്തിൻ്റെപ്പെട്ട വസ്ത്രം ധരിക്കുക, ഇതൊന്നും നശിപ്പിക്കല അല്ല, ഇതൊക്കെ സുഖിക്കലാണ്, അനുഭവിക്കലാണ്. നശിപ്പിക്കുന്ന കാര്യം ചെയ്താൽ അത് മറന്നു ചെയ്താലും കരുതിക്കൂട്ടി ചെയ്താലും അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലൊക്കെ എന്ത് വേണം? ഫിദിയ കൊടുക്കണം. പക്ഷെ അറിയാതെ ചെയ്താലും മറന്നു ചെയ്താലൊന്നും കുറ്റമില്ല, പക്ഷെ ഫിദിയ കൊടുക്കണം. നേരെ മറിച്ച് അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, സുഖിക്കുന്ന കാര്യങ്ങൾ, തല മറക്കുക, മുഖം മറക്കുക, സ്ത്രീകളാണെങ്കിൽ മുഖം മറക്കുക, പുരുഷന്മാരാണെങ്കിൽ തല മറക്കുക, പിന്നെ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക പോലെയുള്ള ഇതുണ്ടല്ലോ, അതിപ്പോ നശിപ്പിക്കലല്ല, അത് അനുഭവിക്കലാണ്. അത് കരുതി കൂട്ടി ചെയ്തെങ്കിൽ കുറ്റം ഉണ്ട്, ഫിദിയും കൊടുക്കണം. മറന്നു ചെയ്താൽ നിൽക്കുക, എന്നാലോ എന്നാ കുറ്റമില്ലാതെ മാത്രമല്ല ഫിദിയ കൊടുക്കുകയും വേണ്ട. ഈ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞത് മനസ്സിലായിക്കണ സഹോദരന്മാരും സഹോദരിമാർക്കൊക്കെ മനസ്സിലാക്കണേലൊന്ന്. എന്താ ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല? മനസ്സിലായി. മനസ്സിലാക്കാം, അദ്ദേഹത്തിന് മനസ്സിലാക്കണം. അപ്പൊ ഈ സഹോദരി ഇപ്പൊ എന്ത് ചെയ്യാണ്? അറിയാതെ മുഖം മറച്ചിക്കാണല്ലേ. അറിയാതെ മുഖം മറച്ചാല് കുറ്റമില്ല, ഇനി ഫിദിയ കൊടുക്കണ വേണ്ട. എന്താ ഫിദിയ കൊടുക്കണ്ട? കാരണം അത് നശിപ്പിക്കലല്ല, അത് അനുഭവിക്കലാണ്, അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അറിയാതെ ചെയ്താലും പിന്നെ അറിയാതെ ചെയ്താല് പിന്നെ ഫിദിയില്ല, കുറ്റമില്ല. പിന്നെ അതുപോലെ അതിന്റെ മുമ്പ് പോയാല് ഇത് മറ്റേ കുഞ്ഞായി മൂല്യര് എന്നിട്ടൊന്നും വെച്ചില്ലല്ലേ? അല്ല, മങ്ങാട്ട ചകുമാതിരി അതുപോലെ അതിന്റെ മുമ്പം തരുന്നാവോ? അതുപോലെ ഉറങ്ങിപ്പോയത് കൊണ്ട് സുബ്ഹിയുടെ സമയം കഴിഞ്ഞു, അത് എങ്ങനെ നിസ്കരിക്കണം? സുന്നത്ത് എല്ലാം എടുത്തു മെല്ലെ നിസ്കരിച്ചാലും മതി. അതിനൊക്കെ ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞാളോ അല്ലെ? ഇന്നലെ നിങ്ങൾക്ക് PM ചെയ്തില്ലേ? അതിന് മറുപടിയിൽ ഉണ്ടായിരുന്നില്ലേ? ഏതായാലും ശരി. ഇന്നലെ അദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നേ, അതിന് മറുപടി കൊടുത്തിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഇന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെയാണ് അതിന്റെ. അപ്പോ ഉറങ്ങിപ്പോയത് കൊണ്ട് സുബ്ഹിയുടെ അതുപോലെ ഉറങ്ങിപ്പോയത് കൊണ്ട് സുബ്ഹിയുടെ സമയം കഴിഞ്ഞു, അത് എങ്ങനെ നിസ്കരിക്കണം? സുന്നത്തെല്ലാം എടുത്ത് മെല്ലെ നിസ്കരിച്ചാൽ മതി, അത് മതി, മെല്ലെ നിസ്കരിച്ചാലും മതി. പിന്നെ ഈ സുന്നത്തൊന്നും എടുക്കാതെ പെട്ടെന്ന് നിസ്കരിക്കണം, അത് ഏതാണ് ചണ്ട? നിസ്കാരം ഖളാ ആകുമെന്ന് പേടിയാണ് നിൽക്കുക. ഇപ്പൊ സുബ്ഹി നിസ്കരിച്ചിട്ടില്ല, അങ്ങനെ സുബ്ഹി ഇപ്പൊ ഖളാ ആവാനായിക്കണ്. എന്നാലും എന്ത് ചെയ്യണം? ഒന്നും ഉണ്ടാക്കുമ്പോഴൊക്കെ ഫർള് മാത്രം വേഗം എടുത്തുകൊണ്ട് പിന്നെ ഒരു റക്അത്ത് വഖത്തിൽ കിട്ടിയ നിസ്കാരം മുഴുവൻ അതറിയാലല്ലേ?
വഖത്തിൽ അതായത് നിസ്കാരം ഖളാകുന്നതിന് മുമ്പായിട്ട് വഖത്തിൽ ഒരു റക്അത്ത് കിട്ടി, എന്നാൽ നിസ്കാരം മുഴുവൻ അദാ ആണ്. ഞാൻ ഒരു വഖത്ത് ഒരു റക്അത്ത് കിട്ടിയില്ല നിൽക്കുക വഖത്തില്, എന്നാൽ ആ നിസ്കാരം മുഴുവൻ ഖളാഉമാണ്. അപ്പൊ ആ ഒരു റക്അത്ത് കിട്ടാൻ വേണ്ടി നിസ്കാരം മുഴുവൻ അതായിട്ട് കിട്ടില്ല. അപ്പൊ അവൻ ഫർള് മാത്രം എടുത്തുകൊണ്ട് വേഗം ഒരു റക്അത്ത് പൂർത്തിയാക്കണം വഖത്തില്. അവലെടുക്കുമ്പോഴും അങ്ങനെ തന്നെ വേഗം മുഖം നിയത്ത് വെച്ചിട്ട് വേഗം മുഖം കഴുകുക ഒരിക്കൽ മാത്രം. പിന്നെ രണ്ട് കൈയും ഓരോ പ്രാവശ്യം മാത്രം കഴുകുക, തല ഒരു പ്രാവശ്യം മാത്രം തടവുക, എന്നിട്ട് വേഗം കാലും കഴുകിയിട്ട് വേഗം വരിക. വേഗം വന്നിട്ട് എന്ത് ചെയ്യുക, ഫാത്തിഹ മാത്രം ഓതിട്ട് ഉറക്കത്തൊന്ന് പൂർത്തിയാക്കുക വേഗം. ഉറക്കത്ത് ഇപ്പൊ വഖത്തിൽ കിട്ടി. അപ്പൊ നിസ്കാരം അതായില്ലേ. ഇനി ബാക്കിയുള്ളതുണ്ടല്ലോ, ബാക്കി സുന്നത്തൊക്കെ എടുത്തിട്ട് ആക്കും പോലൊക്കെ നിസ്കരിക്കാം. ഏതായത് അതല്ല, ഇതിപ്പോ ഈ ചോദ്യത്തിലുള്ളത് എന്താണ്? ഈ ചോദ്യത്തിലുള്ളത് അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയതാണ്. ഉറങ്ങിപ്പോയിട്ട് അങ്ങനെ സുബഹിയ ഖളാ ആയി. അപ്പൊ പിന്നെ അത് നിസ്കരിക്കുകയാണ്. അപ്പൊ പിന്നെ സുന്നത്തൊക്കെ എടുത്തിട്ട് തന്നെ നിസ്കരിക്കാം. അവിടെ ഫർള് മാത്രം എടുത്തിട്ട് ധൃതി കാണിക്കൊന്നും വേണ്ട. കാരണം അവന് പിന്നെ ഏതായാലും നിസ്കാരം ഖളാ ആയിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ധൃതി കാണിക്കൊന്നും വേണ്ട. ആ സുന്നത്തൊക്കെ എടുത്തുകൊണ്ട് തന്നെ നിസ്കരിച്ചാലും മതി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. 1 year ഗോൾഡ് ഷെയിം എന്താണത്? എന്നോട് ഞാൻ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ അത് എന്തോ ഒരു ഗുരുതയമാന്തരത്തിന് ഇങ്ങനെ തപ്പി പിടിച്ച് വായിക്കാണ് ഇപ്പൊ അതൊക്കെ. 1 year എന്ന് പറഞ്ഞാലൊക്കെ നമുക്കറിയും. 1 year എന്ന് പറഞ്ഞാലൊക്കെ കുറച്ചൊക്കെ അറിയാം. മറ്റേ 1 year എന്ന് പറഞ്ഞ പിന്നെ ഗോൾഡ് പറഞ്ഞാലും അറിയാം. പിന്നെന്താണ് ഷെയിം എന്ന് പറഞ്ഞ അടവ് എന്നോ? അത് ശരി. 11 മാസം ബാക്കി വായിച്ചോളൂ ഇൻഷാ അല്ലാഹ്. 11 മാസം 5000 കൊടുക്കുക. 1 മാസം കടക്കാർ 5000 അടക്കും. അവർ അടക്കുന്ന ഇതില് പലിശയായി ബന്ധമുണ്ടോ? അതാണ് ഇപ്പൊ ചോദ്യം. എന്താണ് 1 year ഗോൾഡ് ആണ്, 1 വർഷം. 11 മാസം 5000. 11 മാസം 5000 ഇപ്പൊ 55,000 രൂപയായി അല്ലേ? പിന്നെ 1 മാസം കടക്കാർ 5000 അടക്കും. കടക്കാരനാ കടന്റെ ആളോ? അതാണ് ഉള്ളത്. കടന്റെ ആള് 5000 അടക്കും. അപ്പൊ എന്ന് വെച്ചാല് 11 മാസം 5000, 11 മാസം 5000 ആകുമ്പോ 55,000 രൂപ അല്ലേ? 55,000 രൂപ ഇയാൾ അടക്കുന്നു, 5,000 രൂപ ആ കടന്റെ ഉടമസ്ഥനും അടക്കുന്നു. അതാണ് വിഷയം. അതെ, 55,000 5,000. അതെ. എന്നിട്ട് എന്താ അവിടെ വിഷയം എന്താണ്? അങ്ങനെ ഇയാൾക്ക് കൊടുക്കുന്ന 60,000 രൂപ സ്വർണ്ണ, ഇയാൾക്ക് കൊടുക്കുന്നത് 60,000 സ്വർണ്ണമാണോ എന്ന്? അതെ. അതെ അതെ, അത് പലിശ ആകുന്നില്ല. പലിശ ആണെങ്കിൽ ആകുന്ന ഇയാൾ ഇങ്ങനെ വിൽക്കണായത്. ആ കടക്കാരെന്ത് പറഞ്ഞു? 1,00,000 രൂപന്റെ സ്വർണം അല്ല 60,000 രൂപന്റെ സ്വർണം ഞങ്ങൾക്ക് തരണ്ട്, ഷെജി 55,000 തന്നാ മതി എന്ന് പറയുകയാണെങ്കിൽ പലിശ ആകുന്നില്ല. ഒരു കച്ചവടക്കാരന് അയാളുടെ മുതലുണ്ടല്ലോ, അയാളുടെ മുതല് പിന്നെ വലിയ വിലക്ക് വിൽക്കുവാനും ചെറിയ വിലക്ക് വിൽക്കാനൊക്കെ ഉള്ള അധികാരം അയാൾക്കുണ്ട്. എനിക്ക് 55,000 രൂപ തന്നാൽ മതി, ഞാൻ 60,000 രൂപന്റെ സ്വർണം തരണ്ട് പറഞ്ഞാണ്ട് അയാൾ പറഞ്ഞാൽ നിൽക്കുക. എന്നാൽ അത് പലിശ ഉണ്ടാവില്ല. നേരെ മറിച്ച് എനിക്ക് നീ എന്ത് ചെയ്യണം, മാസം മാസം കുറച്ച് പൈസ തരണേക്ക്. എന്നിട്ട് 55,000 രൂപ തന്നിട്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ, 5,000 രൂപ ഞാൻ പിന്നെ പലിശയായിട്ട് അതിന് ഞാൻ 5,000 രൂപ പലിശ തരണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഹറാമാണ്. അത് ഹറാമാണ്. ഇതല്ല, കടക്കാരൻ എന്ത് ചെയ്യണം, 60,000 രൂപന്റെ സ്വത്ത് ഇവൻക്ക് 55,000 വിൽക്കുകയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെറുതെ കൊടുക്കുകയാണ് നിൽക്കുക, എന്നാലും കുഴപ്പമില്ല. ഓക്കെ. അങ്ങനൊക്കെ ചെയ്യുമ്പോ അത് ഈ രീതിയിലാവണം. ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റാൾമെന്റൊക്കെ അതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാവുന്നതാണ്. അതൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ. ഇപ്പോ ഒരു 10,000 രൂപന്റെ സാധനം എടുക്കണം. നമ്മള് 10,000 രൂപന്റെ സാധനം എടുക്കുകയാണ്. ആ മാസം നിങ്ങൾ എന്ത് ചെയ്യണം, 1,000 രൂപ അടക്കണം.
എന്നിട്ട് അപ്പൊ അങ്ങനെ ഒരു കൊല്ലം അടക്കണം. അപ്പൊ 10,000 റുപ്യന്റെ സാധനത്തിന് 12,000 ആണല്ലോ ആയല്ലോ അല്ലേ. പക്ഷെ ആ 2,000 പലിശയാണ്. അപ്പൊ അവര് പാടില്ല. അതേസമയത്ത് അയാൾ ഇങ്ങനെ വിൽക്കുന്നത്, ഈ സാധനത്തിന്റെ വില നിങ്ങൾക്ക് ഞാൻ വിൽക്കുന്നത് 12,000-നാണ്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാസം 1,000 റുപ്യ തന്നിട്ട് അങ്ങനെ 12 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി എന്ന് പറയാനത് ഹലാലാണ്. നേരെ മറിച്ച് ഇതിന്റെ വില 10,000 പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ എനിക്ക് 16 റുപ്യ ഒന്നും തരണം, അതിന് പുറമെ 2,000 റുപ്യ പലിശയും തരണം. പക്ഷെ നിങ്ങൾ മാസം 1,000 വെച്ച് അങ്ങനെ അടച്ചു തന്നാൽ മതി. അങ്ങനെ ആകുമ്പോൾ പലിശയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഉസ്താദെ ഇതുകൂടി എന്താണ് ഇതുകൂടിയതിനു മുമ്പ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കവിളിനുള്ളിൽ ഉള്ള ഭക്ഷണം വെള്ളം കൊപ്പിളിച്ചു ഇറക്കണോ, പല്ലിലുള്ളത് തിന്നാൻ പാടില്ല എന്ന് കേട്ടു. പല്ലിലുള്ളത് തിന്നൊക്കെ ചെയ്യാം. പക്ഷെ അതേ സമയത്ത് പല്ലിൽ ഉള്ളത് പുറത്ത് കെടുത്തതിന് ശേഷം നാവ് കൊണ്ടൊക്കെ എടുത്തിട്ടേ ഇങ്ങനെ എന്ത് ചെയ്തു, പിന്നെ പല്ലിന്റെ ഇടയിലൊക്കെ ആയതിങ്ങനെ എന്ത് ചെയ്തു, പിന്നെ കൊപ്പിളിച്ച് കൊപ്പിളിക്കാൻ ശക്തമായി കൊപ്പിളിച്ചത് കാരണം പല്ലിന്റെ ഇടയിലൊക്കെ പോന്നു നിൽക്കണ്ട. ആ വെള്ളം തറക്കുമ്പോൾ അതിൽ കൂടി അതൊക്കെ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ലേ നാവ് കൊണ്ടൊക്കെ നമ്മളിങ്ങനെ എടുക്കുമല്ലോ, എന്നാലും കുഴപ്പമില്ല. അതേസമയത്ത് മറ്റു വല്ല സാധനങ്ങൾ കൊണ്ട് പല്ലിന്റെ ഇടയിൽ നിന്ന് കുത്തിയെടുത്തത് പിന്നെ കഴിക്കരുത് എന്നാ, അങ്ങനെയുള്ളൂ. അത് കഴിക്കാൻ പാടില്ല. അതല്ല നാവ് കൊണ്ട് വെറുതെ ഇറങ്ങിയതോ അതല്ലെങ്കിൽ വെള്ളം കൊപ്പിടിക്കുമ്പോൾ ഇറങ്ങിപ്പോയതോ അല്ലെങ്കിൽ നാവ് കൊണ്ട് ഇങ്ങനെ തടഞ്ഞുകൊണ്ട് എടുക്കുന്നതോ ഒക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മയ്യിത്ത് നമസ്കാരത്തിന്റെ തക്ബീർ ഉറക്കെ മഅ്മൂം ചെല്ലാവോ ഉസ്താദെ? ചെല്ലുന്നതിനെ കൊണ്ട് വിരോധമൊന്നുമില്ല, സുന്നത്തില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഏത് നിസ്കാരം തന്നെ പിന്നെ മഅ്മൂം എന്ത് ചെയ്ത് ഉറക്കെ ചെല്ലി നിൽക്കുക, അതുകൊണ്ട് നിസ്കാരം പാത്തിലാവുന്നില്ല, കുറ്റമൊന്നുമില്ല. പക്ഷെ അതല്ല, സുന്നത്തില്ലാന്ന്. പിന്നെ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ജ്യേഷ്ഠന്റെ ഇഖാമ 6 മാസമായി കിട്ടിയിട്ടില്ലായിരുന്നു. ക്ലാസ് റൂമിൽ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ പുതുക്കി കിട്ടി. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹ് ഖൈർ, ശുക്രാൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ നമ്മളെല്ലാവരും സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ വിഷമം തീർന്നല്ലോ, അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഭർത്താവിന് തീരെ സുഖമില്ല. ഭർത്താവിന് ഒരു തരം പേടി, ഉറക്കം കിട്ടുന്നില്ല. നെഞ്ചത്ത് ഒരു കനം എന്ന് പറയുകയാണ്. ശ്വാസം കിട്ടാത്ത പോലെ ഇടക്ക് ഞെട്ടുകയാണ്. ഭർത്താവ് പറയുന്നത് ടെൻഷൻ ആണെന്നാണ്. ഉസ്താദ് ലൈനിൽ ഉണ്ടെങ്കിൽ ഒരു മറുപടി തരുമോ? ഞങ്ങൾ അബുദാബിയിലാണ്. ഭർത്താവിന് ഒരുപാട് കടം ഉണ്ട്. ജോലിയുടെ ആവശ്യത്തിനായി വന്നതാണ്. ഞാൻ ഒറ്റക്കാണ്. ഭർത്താവിന് വയ്യ, പടച്ച റബ്ബേ. അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിന് പിഎൻ ചെയ്തത്. എന്തെങ്കിലും സൂറത്ത് പറഞ്ഞു തന്നാൽ ഞാൻ ഓതിക്കൊള്ളാം. ഭർത്താവാണ് പറഞ്ഞത് ഉസ്താദിനോട് ചോദിക്കാൻ. ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഭർത്താവിന് വേണ്ടിയും. എനിക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ കരച്ചില് വരിക. ചില വിഷയം ഉണ്ടാവുക അങ്ങനല്ലേ, ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ വായിക്കാൻ തന്നെയാണ് വയ്ക്കണില്ല. അതൊരു ഒരു ഭർത്താവിന് സുഖമില്ല, എന്നിട്ട് ഭാര്യ ജോലിക്ക് വരികയാണ്, എന്നിട്ട് അവര് അധ്വാനിച്ചിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഏതായാലും ശരി, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫദ്ല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റ് എല്ലാ നബിമാരുടെയും മുർസലീങ്ങളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും എല്ലാ ഔലിയാക്കളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും എല്ലാ മലായിക്കത്തിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ജിന്നിലും ഇൻസിലും പെട്ട എല്ലാ സ്വാലിഹീങ്ങളുടെ ഹഖ് ജാഹ് കൊണ്ടും വഹൂറിന് ശിഫ പ്രദാനം ചെയ്യട്ടെ, സിഹത്തും ആഫിയം പ്രദാനം ചെയ്യട്ടെ.
മാനസികവും ശാരീരികവുമായും ഉള്ള എല്ലാ വക ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അള്ളാഹു ശാരീരികമായും മാനസികമായും ഒക്കെ സുഖവും റാഹത്തും സന്തോഷവും നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ഐശ്വര്യവും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്കിപ്പോ അതിനെ അറിയുള്ളൂ, സാധിക്കുള്ളൂ. പിന്നെ ഇന്ന ചെല്ലാൻ ഞാൻ അങ്ങനെ പറയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നിൽക്കുക, ഇന്ന കാര്യം ചെയ്തോളി, ഇന്ന കാര്യം, എന്നാ പിന്നെ നമുക്ക് പറയാൻ ധൈര്യമാണല്ലേ, എന്നാ പിന്നെ പ്രശ്നമില്ല അവിടെ. ആ കാര്യം സംഭവിക്കുന്ന കാര്യം ഉറപ്പാണ്, യാതൊരു സംശയവും അതിലില്ല. പിന്നെ അപ്പോ ഇതിപ്പോ ടെൻഷൻ മാറാനെന്ന് പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അത് പതിവാക്കുക. ലാ ഹൗല വലാ ഖുവത, അതെന്നാ ഹമ്മും മുഷിപ്പൊക്കെ പോകും. സഹീഹ ഹദീസിലാണ് വിഷയം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് എപ്പോഴും ചൊല്ലുക. പിന്നെ മനസ്സിൽ വല്ല വിഷയം അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കല്ലോ, ഒരു വിഷയം അങ്ങനെ അങ്ങനെ കാര്യം നേടുന്നില്ല, അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ ഒരു വിഷയമാണ്. ഒരു വിഷയം അത് നേടേണ്ടതുണ്ട്, പക്ഷെ ആ കാര്യം നേടുന്നില്ല എന്നൊക്കെ. എന്നാല് അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹല എന്ന് ഇടയ്ക്കിടെ ചെല്ലുക. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് നിങ്ങൾ എപ്പോഴും ചൊല്ലുക. അത്ര പ്രയാസം ചൊല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഭർത്താവ് അങ്ങനെ ചെല്ല, ആ ഭർത്താവിന്റെ മാനസികമായ വിഷമം ബുദ്ധിമുട്ടൊക്കെ ഇൻഷാ അല്ലാഹ് തീർന്നു കിട്ടും. പിന്നെ അല്ലാഹുമ്മ ലാ അതൊരു വിഷയം നേടേണ്ടതുണ്ട്, പക്ഷെ അത് കുറച്ച് പ്രയാസമാണ്, അത് ശരിയാണില്ല എന്നൊക്കെ. ഇന്നത് അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹല എന്ന് നിങ്ങൾ ചൊല്ലുക. എന്നാൽ ചിലപ്പോ അതന്നെ നേടിക്കൊള്ളുന്നില്ല, ഒന്നുകിൽ അത് നേടും, അല്ലെങ്കിൽ അതിനേക്കാൾ ഹൈറായത് നേടും. എന്താ ഹൈറ് നമുക്കറിയില്ലോ. ഏതായാലും ശരി, ഇതിന്റെ അവസാനം ഏറ്റവും ഹൈറായതേ ഉണ്ടാവൂ. അപ്പൊ അതൊക്കെയാണ്. പിന്നെ നമ്മൾ തുടർന്നല്ലോ ഇൻഷാ അല്ലാഹ് കുറെ ആളുകൾ ആമീൻ ചൊല്ലിയിട്ടുണ്ട്, കുറെ സാലിഹീങ്ങളായ മനുഷ്യന്മാർ ആമീൻ ചൊല്ലിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിഷമം ബുദ്ധിമുട്ടൊക്കെ അല്ലാഹു തആല തീർത്തു തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ഉസ്താദെ, ഒരു വസ്തു റെഡി ക്യാഷ് ആണെങ്കിൽ 10,000 രൂപ, മാസാന്ത തവണയാണെങ്കിൽ 12 തവണ, ഇങ്ങനെ ആണെങ്കിൽ പലിശ ആകില്ലേ? അത് പലിശ, അങ്ങനെ ആ നിബന്ധനയോട് കൂടിയാണെങ്കിൽ അത് പലിശയാവും. എങ്ങനെ? ഇതിന്റെ വില എന്താണ്? 10,000 ആണ്. നിങ്ങൾ 16,000 തരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇത് സാധനം തരാം. അതേസമയത്ത് നിങ്ങൾ പിന്നെ കട ആണെങ്കിൽ 12,000 രൂപ തരണം, പക്ഷെ നിങ്ങൾ മാസം 1,000 രൂപ അടച്ചാൽ തന്നാൽ മതി. അങ്ങനെ പറയുകയാണെങ്കിൽ പലിശ. അങ്ങനെ പലിശയാണ്. അതേ സാധനം തന്നെ പലിശ ഇല്ലാതാക്കുകയും ചെയ്യാം അല്ലേ? ഇതേ വിഷയം തന്നെ പലിശ ഇല്ലാതാക്കാം. അയാൾ പറഞ്ഞതാണ്, ഇതിന് അയാളുടെ മുതൽ അയാൾക്ക് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാലോ. അയാൾക്ക് വിൽക്കും. ഒരാൾക്ക് 16,000 രൂപ വിറ്റ സാധനം അതേ സാധനം തന്നെ വേറെ ആൾക്ക് 12,000 വിൽക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് പറയാം, ഈ സാധനം ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നു 12,000 ഉറുപ്പിക്കാണ്, പക്ഷെ നിങ്ങൾ മാസം എന്ത് ചെയ്താൽ മതി? 1,000 രൂപ അടച്ചെന്നാ മതി. ഇങ്ങനെ പറയുകയാണെങ്കിലോ അത് പലിശയല്ല അല്ലേ? അപ്പൊ ഹറാമെന്ന് രക്ഷപ്പെടാനൊക്കെ നല്ല മാർഗം, ഇതൊന്നും പറഞ്ഞ വഴിയൊന്നല്ല, ഇത് ശരിക്കും അനുവദിക്കപ്പെട്ട മാർഗം തന്നെയാണ്. അങ്ങനൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനൊക്കെ ചെയ്യാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ലില്ല. നിസ്കാരം ജഹരിയ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉറക്കം തന്നെയാണ് സുന്നത്ത്. ഇത് സുബ്ഹി മഗ്രിബ് ഇശ കണ്ടല്ലോ, ജഹരിയ നിസ്കാരം അത് ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കും ഉറക്കെ ഓതാനാണ് സുന്നത്ത്. മറ്റു നിസ്കാരങ്ങളൊക്കെ ഉറക്കത്തിൽ കറാഹത്താണ്. അപ്പൊ ളുഹറൊക്കെ എന്ത് ചെയ്യുക? ഉറക്കനെ ഓതി നിസ്കരിക്കുക എന്നൊക്കെ, അത് കറാഹത്താണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഹൽ യബ്തുലു വുളൂഉൻ നായിമി ഇദാ നാമ? പിന്നെ എന്തൊരു പിന്നെ ഉറങ്ങിയതിന്റെ ഒതു മുറിയില്ലേ? ഇരുപുസ്ഥാനം ഭദ്രമാക്കി തൂങ്ങി ഉറങ്ങി നിൽക്കുന്ന ഒതു മുറിയില്ല. അതേ സമയത്ത് ഉറങ്ങിയാലേ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുകയാണേ, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി നിൽക്കുക, ഉറക്കം കൊണ്ടോ മറ്റോ. എന്നാൽ എന്ത് ചെയ്യുമാൻ്റെ ഒതു മുറി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅൽ ഹസന ഇദാ ശിഅത സഹല. ഉസ്താദെ, ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? അർത്ഥം അറിയൊന്നും വേണ്ട.
അർത്ഥം എന്ന് പറഞ്ഞ പിന്നെ അല്ലാഹു ലാ സഹല ഇല്ല, നീ എളുപ്പമാക്കി തരുന്നതല്ലാതെ ഒന്നും ഒരു എളുപ്പവും വേറെ ഇല്ല. ഏതൊരു കാര്യം എളുപ്പമാണെങ്കിൽ നീ എളുപ്പമാക്കി തരണം, അതേ എളുപ്പമാകൂ. എന്നാൽ ചിലപ്പോ ഒരു ദുഃഖകരമായ ഒരു വിഷമകരമായ ഒരു വിഷയം ഉണ്ടാവും. അതുണ്ടല്ലോ, അത് ചിലപ്പോൾ അള്ളാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമാക്കി തരുകയും ചെയ്യും. അങ്ങനെയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചമാര് ചില വിഷയങ്ങളുണ്ട് നമുക്ക് വല്ലാതെ നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം. പക്ഷെ ചിലപ്പോൾ അതിന്റെ ആഖിബത്ത് ചിലപ്പോൾ നമുക്ക് സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. ഉസ്താദെ, ജുമഅക്ക് താമസിച്ചു വന്നിട്ട് എല്ലാവരെയും കവച്ചു മുമ്പിൽ ചെന്ന് ഇരിക്കുന്നവരെ പറ്റി മാറ്റി നിസ്കരിച്ചാൽ എന്താണ് വിധി? നമസ്കരിച്ചാലിന്റെ വിധിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആളുകളുടെ പിന്നെ ഈ ചുമലുണ്ടല്ലോ, അതങ്ങ് ചാടിക്കടന്ന് പോവല് ഹറാമാണ്, അങ്ങനെ പോകാൻ പാടില്ല. അതല്ല അതിന്റെ നിസ്കാരത്തിന്റെ വിഷയമല്ല, അവിടെ നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല, അങ്ങനെ പോവല് പാടില്ലാത്ത വിഷയമാണ്. അതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ മൂത്തമ്മ മരണപ്പെട്ടു, ദുആ ചെയ്യുമല്ലോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂത്തമ്മക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നൂർ ഫൈസി ഉസ്താദെ, വുളു എടുക്കുമ്പോൾ ഷോക്സിന്റെ മേൽ തടവിയാൽ വുളു ശരിയാകുമോ? വുളു ശരിയായില്ലെങ്കിൽ അങ്ങനെ വുളു ചെയ്ത ആളെ തുടരാൻ പറ്റുമോ? ഇല്ല. ഷോക്സിന്റെ മേൽ സാധാരണ ഇന്ന് നമ്മൾ കാണുന്ന ഷോക്സ് ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ സാധാരണ ധരിക്കുന്ന ഈ ഷൂവിന്റെ ഉള്ളിൽ ധരിക്കുന്ന ഷോക്സ്, ആ ഷോക്സിന്റെ മേൽ തടവിയാൽ ഒരു മദ്ഹബ് അനുസരിച്ചും വുളു സഹിയാവുകയില്ല. ഒരു മദ്ഹബ് അനുസരിച്ചും സഹിയാവുകയില്ല. എന്നാൽ ഹനഫി മദ്ഹബിലാണ് ഇപ്പൊ അങ്ങനെ പറയുന്നത്. ഹനഫി മദ്ഹബിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായമായിട്ടല്ല, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയോ അങ്ങനെ പറയുകയും അത് ഹനഫി മദ്ഹബിൽ മഷ്ഹൂറാവുകയും ചെയ്തൊരു അഭിപ്രായമുണ്ട്. ജൗറബ് ഷോക്സിന് മേൽ തടവിയ സഹിയാകുന്നു. ആ ഷോക്സിനെ കുറിച്ച് തന്നെ അത് മാത്രം ധരിച്ചുകൊണ്ട് നടന്നാൽ കീറൂല, അങ്ങനത്തെ ഷോക്സ് ആണ് എന്നാ പറഞ്ഞത്. അത് സാധാരണ നമ്മുടെ ഈ ഷോക്സ് അല്ല, കുറച്ചൊക്കെ കട്ടിയുള്ള ഷോക്സ് ആണെങ്കിൽ അതിന്റെ മേൽ തടവിയായ സഹീഹാകും എന്ന് ഹനഫി മദ്ഹബിൽ മഷ്ഹൂറായ അഭിപ്രായമുണ്ട്. അപ്പൊ ആ അഭിപ്രായം, ആ മദ്ഹബ് തഖ്ലീദ് ചെയ്ത ഒരാളാണ് അങ്ങനെ ചെയ്യുന്നത് വെക്കുക, അപ്പോൾ അയാളുടെ വുളു സഹിയാകും. അയാൾ നിങ്ങൾ തുടരുകയാണെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് അയാളുടെ വുളു സഹിയായിട്ടില്ല. കാരണം ഷാഫി മദ്ഹബിൽ അനുസരിച്ച് ഹുഫന്റെ മേൽ തടവിയാൽ സഹിയാകുള്ളൂ, ഷോക്സിന്റെ മേൽ തടവിയാൽ സഹിയാകൂല. ഇനി നിങ്ങൾക്ക് അയാൾ തുടരണമെങ്കിൽ എന്ത് വേണം? പിന്നെ നിങ്ങളത് സ്വീകരിക്കണം, ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യണം. ഹനഫി മദ്ഹബിൽ അങ്ങനെ മഷ്ഹൂറായപ്പോൾ ഹനഫി മദ്ഹബിൽ സഹിയാകുന്ന രീതിയിലാണെങ്കിൽ അതും അങ്ങനെ പറ്റുള്ളൂ, സാധാരണ ഷോക്സ് പറ്റൂല. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഹനഫി മദ്ഹബിൽ ഇന്ന് മഷ്ഹൂറായ അവരുടെ അമൽ അതിന്റെ മേലാണ്. ആ രീതിയിലുള്ള ആ അഭിപ്രായം അനുസരിച്ച് നല്ല കട്ടിയുള്ള ഷോക്സ് ആണ് എങ്കിൽ അതിന്റെ മേൽ തടവിയാൽ പിന്നെ മദീനാണ്. അപ്പൊ ആ അഭിപ്രായം നിങ്ങളും തഖ്ലീദ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ തുറന്നു നിൽക്കുന്ന സഹിയാകും, അതല്ലെങ്കിൽ സഹിയാവില്ല. ഏതായാലും ശരി, ഇന്ന് സാധാരണ മറ്റുള്ള ആളുകളൊക്കെ കാണുന്നത് സാധാരണ വെറും കട്ടിയില്ലാത്ത ഷോക്സ് ആണ്. അതിന്റെ മേൽ തടവിയാൽ ഒരു മദ്ഹബ് അനുസരിച്ചും സഹിയാവുകയില്ല. അങ്ങനെ വുളു ചെയ്ത ഒരാളെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയും ഇല്ല. വുളു ഉറങ്ങുമ്പോൾ വുളു സുന്നത്താണല്ലോ, വുളു ഉറക്കം കൊണ്ട് മുറിയും. അതെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. ആ സുന്നത്ത് പാലിക്കുക എന്നുള്ളതാണ്. അത് ആ വുളു ഉറങ്ങിയാൽ മുറിയില്ല എന്നാണ് അല്ലേ? ബഹുമാനങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, വളരെ സവിസ്തരമായി ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു എടുക്കൽ സുന്നത്താണ് അല്ലെ, ഉറങ്ങാൻ പോകുമ്പോൾ വുളു എടുക്കൽ സുന്നത്താണ്. ആയിട്ടിപ്പോ എന്താ കാര്യം? അതാണ്ട് വുളുവാൻ മുറിയിലാണ് ഇല്ലാന്നാ. പിന്നീട് അവൻ ഉണർന്നു നിൽക്കുക, ഉണർന്നാൽ പിന്നെ വുളു പുതുക്കൽ സുന്നത്തുണ്ട്. അതല്ല ഉറങ്ങിയെന്നുള്ളത് കൊണ്ട് ആ ഉറങ്ങിയാൽ ആ വുളു മുറിയില്ലാന്ന് എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ഒരാൾ ആ ഉറക്കത്തിൽ അങ്ങനെ മരിച്ചു നിൽക്കുക, എന്നാ വുളുവോട് കൂടി മരിച്ചവനായിട്ട് പരിഗണിക്കപ്പെടും. വുളുത്ത് കിടന്ന് അങ്ങനെ ഉറക്കത്തിലാവൻ മരിച്ചത്, അപ്പൊ അവന്റെ വുളു മുറിഞ്ഞില്ല, അവനെ വുളുവോട് കൂടി മരിച്ചവനായിട്ട് പരിഗണിക്കപ്പെടും.
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സ്ത്രീകൾക്ക് ആർത്തവം നിന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ കാത്തു നിൽക്കണം കുളിക്കാൻ, എന്താണ് ഇതിന്റെ മസല? ഇല്ലല്ല, 24 മണിക്കൂറിൽ കഴിയലല്ല. ആർത്തവം പൂർണ്ണമായും രക്തം മുറിയുക എന്നതാണ്. എന്നാൽ എന്ത് ചെയ്യണം? പിന്നെ ആ സമയത്തുള്ള നിസ്കാരം പിന്നെ ഖളാ ആക്കാൻ പാടില്ല. നിസ്കാരം ഖളാ ആക്കാത്ത രീതിയിൽ വേഗം ഉദൂർത്ത് നിസ്കരിക്കണം, കുളിച്ച് നിസ്കരിക്കണം. ആർത്തവം പൂർണ്ണമായി നിൽക്കും. പൂർണ്ണമായി നിൽക്കുകയാണെങ്കിൽ എങ്ങനെ കണ്ടോ? ബഹുമാനപ്പെട്ട ഫുഖഹാ അതിനെ പറയുന്നുണ്ട്, അവളുടെ യോനിയിൽ ഒരു വെള്ള പഞ്ഞി വെച്ചാൽ പിന്നീട് ആ പഞ്ഞി എടുക്കുമ്പോൾ അതിന് രക്തത്തിന്റെ നിറം ആ പഞ്ഞിയിൽ ഉണ്ടാവൂല. ആ രീതിയിൽ ആവുമ്പോഴാണ് പൂർണ്ണമായും പിന്നെ അവളുടെ രക്തം വരവ് നിന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ആദ്യമൊന്നും ശുദ്ധിയാക്കണം അല്ലെ? രക്തം വരവ് ഇങ്ങനെ വന്ന വരവ് നിന്നാലും അവിടെ അതിന്റെ കറകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അതൊക്കെ ശുദ്ധിയാക്കണം. അതൊക്കെ ശുദ്ധിയാക്കിയതിന് ശേഷം പിന്നീട് അവളുടെ യോനിയിൽ ഒരു വെള്ള പഞ്ഞി വെച്ച് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അത് എടുത്തു നോക്കുന്നത് പറയലട്ടാ, അതിന്റെ രൂപം പറയാണ്. എടുത്തു നോക്കിയാൽ അതിന്മേൽ രക്തം ഇല്ല നിൽക്കുക. അപ്പോൾ മനസ്സിലായി അവളുടെ രക്തം വരവ് പൂർണ്ണമായി നിന്നിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൂർണ്ണമായി നിന്നാൽ പിന്നെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ളുഹറിന്റെ സമയത്താണ് അവളുടെ ഈ രക്തം വരവ് നിന്നത്. പൂർണ്ണമായി ഈ രീതിയിൽ രക്തം വരെ പൂർണ്ണമായി നിന്നിരിക്കുന്നു. അപ്പോൾ അവിടെ ളുഹർ ഖളാ ആവുന്നതിന് മുമ്പായിട്ട് അവൾ വേഗം കുളിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാകുന്നു. ഇനി അസറിന്റെ സമയത്താണ് എന്ത് ചെയ്തത്? അവളെ രക്തം വരവ് നിന്നത്. എന്നാ അസർ ഖളാ ആവുന്നതിന് മുമ്പായിട്ടേ അവള് കുളിച്ച് അസർ മാത്രം നിസ്കരിച്ചാൽ മതിയാ? പോരാ, അസർ നിസ്കരിക്കണം, ളുഹർ നിസ്കരിക്കണം. അതറിയാലല്ലേ? അസറിന്റെ സമയത്താണ് ഒരു പെണ്ണിന്റെ രക്തം മുറിഞ്ഞത്, രക്തം മുറിഞ്ഞത്. എന്നാൽ അവള് അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, പിന്നെന്ത് വേണം? അസറും നിസ്കരിക്കണം, ളുഹറും നിസ്കരിക്കണം. എന്താ കാരണം? ളുഹറും അസറും ജമ്മാക്കി നിസ്കരിക്കപ്പെടുന്ന നിസ്കാരങ്ങളാണ്. അപ്പൊ ജമ്മാക്കി നിസ്കരിക്കപ്പെടുന്ന നിസ്കാരമാകുമ്പോ അതിന്റെ രണ്ടാമത്തെ വക്തിലാണ് ഒരു പെണ്ണിന്റെ ഹൈദ് മുറിഞ്ഞത് നിൽക്കുക. എന്നാൽ ആ നിസ്കാരവും അതിന്റെ മുമ്പുള്ള നിസ്കാരവും നിസ്കരിക്കണം. ഇനി അതുപോലെ തന്നെ മഗ്‌രിബും ഇശായും കൂടിയാണ്. ഇശാന്റെ സമയത്താണ് അവളുടെ ഹൈദ് മുറിഞ്ഞത്, രക്തവരവ് നിന്നത്. എന്നാൽ കുളിച്ചിട്ട് അവളുടെ ഇശ നിസ്കരിച്ചാൽ മാത്രം പോലെ മഗ്‌രിബും നിസ്കരിക്കണം. മനസ്സിലായല്ലേ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആരാണ് ഇപ്പൊ ഈ ഒരു നല്ല തലേക്കൊട്ടും താടിയും ഒക്കെ ഒരാള് PM ചെയ്തിട്ട് ഒരു ആളെ വണ്ടി വാങ്ങാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. പലിശ ഇടപാട് നടത്തുന്ന ബാങ്കാണെങ്കിൽ പറ്റുകയില്ല. പലിശ ഇടപാട് നടത്തുന്ന ബാങ്കിൽ നിന്നാണെങ്കിൽ പലിശക്ക് പിന്നെ അങ്ങനെ വാങ്ങാൻ പാടില്ല, ഹറാമാണ്. ഇസ്ലാമിക് ബാങ്ക് പോലെയുള്ള പലിശ സ്ഥാപനം പലിശ ഇടപാട് നടത്തുന്ന ബാങ്ക് അല്ല എന്നൊക്കെ എന്നാ പറ്റും, അല്ലെങ്കിൽ പറ്റൂല. പിന്നെ അന്ത്യദിനം സംഭവിക്കില്ല, ജനങ്ങൾ ഭവന നിർമ്മാണത്തിന് മത്സരബുദ്ധി കാണിക്കുന്നത് വരെ. ഇങ്ങനെ ഒരു ഹദീസും ഉണ്ടോ? അറിയില്ല. അത് യതതാവലൂന ഫിൽ ബുനിയാനൊക്കെ ഉണ്ട്, മറ്റത് എനിക്ക് അറിയില്ല. ഏത് അന്ത്യനാളിലെ ജനങ്ങളൊക്കെ യതതാവലൂന എന്നുള്ളതല്ലേ ഉള്ളത്? വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നല്ലോ. യതതാവലൂനാണ് തൂല് അല്ലേ? തൂലാണ്, യതതാവലുമാണ്. തൂലിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞതല്ലേ? അപ്പൊ അങ്ങനെയാണ് ഉള്ളത്. ജപ്പാനിൽ 150 നില ഉയരമുള്ളതാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് 200 വേണം. അതിലാണ് മത്സരമുള്ളത്. ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ് എടുക്കുന്ന വിഷയത്തിലാണ് മത്സരം കാണുന്നത്. പിന്നെ KSAയുടെ തെക്കൻ പ്രവിശ്യയിൽ നിന്ന് യലംലം എന്ന മീഖാത്ത് ഒരാൾ യാത്ര ചെയ്ത് ജിദ്ദയിൽ എത്തി. എന്നാൽ അയാൾക്ക് അവിടെ വെച്ച് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ അവിടെ ചോദിച്ച ആൾ ഇവിടെ ഉണ്ടാ? ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലൊരു എസ് അടിക്കണം. കാരണം ചില ഈ ചോദിച്ച ആളെ ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? KSAയുടെ തെക്കൻ പ്രവിശ്യയിൽ നിന്ന്, അതായത് യലംലിൽ നിന്ന് ആ ചോദിച്ചാൽ വിടണ്ട. അദ്ദേഹം ഇല്ല, എന്ന് പോട്ടെ.
നിങ്ങൾ വേഗം ഒന്ന് മറുപടി തരണേ. ആയിക്കോട്ടെ. യലംലം, അതായത് മീഖാത്തു നിന്നാണ് അയാള് ഇഹ്റാം ചെയ്യാതെ ജിദ്ദയിൽ വന്നു. ജിദ്ദയിൽ നിന്നാണ് നെറ്റ് സ്വാഭാവിക, അങ്ങനെയാണല്ലേ സാറില്ല, ആയിക്കോട്ടെ. അയാള് ഈ യലംലമിൽ നിന്ന് അയാൾ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ടാണ് വരണത് നിൽക്കുക. അയാൾ വരണത് ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്നാൽ അയാൾക്ക് അയാളുടെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ്. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തില്ല നിൽക്കുക. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു അറവ് നിർബന്ധമാണ്. അവിടെ മീഖാത്ത് വിട്ട് കടന്ന് എന്നിട്ടാണ് അയാൾ ഇഹ്റാം ചെയ്യുന്നത്. പിന്നെ അയാൾ മീഖാത്തിലേക്ക് മടങ്ങുന്നുമില്ല, എന്നാൽ അയാൾക്ക് ഒരു അറവ് നിർബന്ധമാണ്. ഈ പറഞ്ഞ് മനസ്സിലായിക്കണ്ടല്ലേ? ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചു കൊണ്ടാണ് അയാൾ അവിടുന്ന് പോരുന്നത്, എന്നാൽ അയാൾക്ക് അയാളുടെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ്. ഇനി അയാൾ എന്ത് ചെയ്തില്ല, മീഖാത്തിന് ഇഹ്റാം ചെയ്യാതെ ജിദ്ദയിലേക്കോ മറ്റോ എത്തി. എന്നാലും പിന്നീട് അയാൾ എന്ത് ചെയ്തു, വീണ്ടും മീഖാത്തിലേക്ക് മടങ്ങി നിൽക്കുക. മീഖാത്തിലേക്ക് മടങ്ങി എന്നിട്ട് പിന്നെ അവിടുന്ന് ഇഹ്റാം ചെയ്തു. എന്നാൽ പിന്നെ അറവ് നിർബന്ധമില്ല. നേരെ മറിച്ച് അയാൾ മീഖാത്തിലേക്ക് മടങ്ങുന്നില്ല, പിന്നെ മീഖാത്ത് അല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് അയാൾ ഇഹ്റാം ചെയ്യുന്നത്, എന്നാൽ അയാൾക്ക് ഒരു അറവ് നിർബന്ധമാണ്. നേരെ മറിച്ച് അയാളെ മീഖാത്തിന് അയാൾ വരണത് ഹജ്ജ് ഉംറ ഉദ്ദേശിച്ചുകൊണ്ടല്ല. അയാൾ ജിദ്ദയിലേക്ക് വന്നു, ജിദ്ദയിൽ എത്തിയതിനു ശേഷം തീരുമാനിക്കുന്നത് ഒരു ഉംറ ചെയ്യാന്ന്. എന്നാൽ പിന്നെ ജിദ്ദന്ന് ഇഹ്റാം ചെയ്താൽ മതി. മനസ്സിലാക്കണം? പറഞ്ഞ മനസ്സിലാക്കണ? അയാളുടെ മീഖാത്ത് പിന്നെ യലംലം എന്ന് വരുമ്പോഴേ അത് ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾ ജിദ്ദ വന്നു, ജിദ്ദ എത്തിയതിനു ശേഷമാണ് അയാൾ തീരുമാനിക്കുന്നത് എന്ത്, ഇനി കൊല്ലം ഏതായാലും ഇപ്പോൾ വന്നില്ലേ, ഇനിയിപ്പോ ഒരു ഉംറ ചെയ്യട്ടെ എന്ന് അപ്പോഴാ തീരുമാനിക്കരുത്. എന്നാൽ പിന്നെ ജിദ്ദന്ന് ഇഹ്റാം ചെയ്താൽ മതി. പിന്നെ എന്നാൽ ആൾക്ക് അതിന്റെ പേരിൽ എന്ത് വേണ്ട, ആൾക്ക് അറവ് നിർബന്ധമല്ലേനും. മനസ്സിലാക്കണ? ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലാക്കണ? അല്ല, ഈ ചോദിച്ച ആൾക്ക് മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കടം വീടാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടക്ക് എത്രയും വേഗം വീട്ടി തരട്ടെ. ആ കടം വീട്ടാനുള്ള ഹലാലായ സമ്പാദ്യം അല്ലാഹു നിങ്ങൾക്ക് എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. അത് നിങ്ങൾ ബേജാറാണ്ട ആവശ്യമില്ല. ഹദീസിലുണ്ട് തന്നെ, ഒരാൾക്ക് കടമുണ്ട്, അത് എപ്പോഴും അയാളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ എന്റെ കടം കൂട്ടണമല്ലോ ചിന്ത അയാൾക്ക് ഉണ്ട് നിൽക്കുക. എന്നാൽ ആ കടം കൂട്ടുന്ന വിഷയത്തിൽ അള്ളാഹു അയാളെ സഹായിക്കാതിരിക്കുകയില്ല, അയാളെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് സഹീഹ ഹദീസിലുണ്ട്. പക്ഷെ ആ ചിന്ത വേണം, അയാളെ മനസ്സിൽ അത് അലട്ടിക്കൊണ്ടിരിക്കണം. എന്നാലാണ് അള്ളാഹു തആലയുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടം എത്രയും വേഗം കൂട്ടി തരട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. മതസ്ഥാപനങ്ങളുടെ കലണ്ടറുകളിൽ ബാങ്ക് AC നമ്പർ കാണാം. അത് പലിശയുടെ സഹായിക്കലല്ലേ? അത് ആ മതസ്ഥാപനങ്ങളിലേക്ക് പൈസ അയക്കാനുള്ള മാർഗം വേറെ മാർഗമില്ലല്ലോ. അതാണല്ലോ പലിശ സ്ഥാപനവുമായി പിന്നെ ബന്ധപ്പെടൽ ഹറാമാണ്. പക്ഷെ അതല്ലാതെ വേറെ മാർഗമില്ലെന്ന് നിൽക്കുക. നല്ലത് അനുവദിക്കപ്പെടുന്ന വിഷയമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മതസ്ഥാപനമാണ്, ഇന്ത്യയിലുള്ള ഒരു മതസ്ഥാപനമാണ്. ആ മതസ്ഥാപനത്തിന് വിദേശത്തു നിന്നൊക്കെ പൈസ വരേണ്ടതുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് പിന്നെ ഉള്ളൊരു പൈസ വരണമെങ്കിൽ ഉണ്ടി ഏർപ്പാടില്ലല്ല, ബാങ്ക് മുഖേന തന്നെ വരൽ നിർബന്ധമാണ്. അപ്പൊ നിർബന്ധമായ ഒരു സാഹചര്യമാണ്. നിർബന്ധമായ സാഹചര്യമാണെങ്കിൽ അത് മുഖേന പിന്നെ ബാങ്ക് മുഖേന പൈസ വരുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ അത് ബാങ്കിൽ സൂക്ഷിക്കാതിരിക്കുക സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാണ് വേണ്ടത്. ബാങ്ക് മുഖേന പൈസ വന്നു, ആ പൈസ ബാങ്കിൽ സൂക്ഷിക്കാതിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടത്. കാരണം സൂക്ഷിക്കുമ്പോൾ അത് ആ പൈസ കൊണ്ട് ബാങ്കിനെ സഹായിക്കാൻ ഒരു പലിശ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനത്തെ സഹായിക്കൽ വരും. അപ്പൊ അത് സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ പോക്കുവരവിന്റെ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊന്നും ഇപ്പൊ നിങ്ങൾ വല്ലാതെ അതൊക്കെ അതിന് ഓരോ വിഷയമാണ്. ദിക്റുകളെ അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ചർച്ച ചെയ്യാം. അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. പോക്കുവരവിന്റെ ഓരോ ദിഹ്റാക്കണ സമയത്ത് ഒരാൾ ഉറക്കെ തക്ബീറത്തിൽ ഏറാൻ കിട്ടുക പിന്നെ റുക്കൂലേക്ക് പോകുമ്പോഴും റുക്കൂയിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉറക്കെ ചെല്ലുകയാണ്.
അപ്പോൾ അത് മഅ്മൂമിങ്ങളെ അറിയിക്കുന്നു എന്ന കരുത്തോട് കൂടിയാകുമ്പോൾ നിസ്കാരം സഹിയാവുകയില്ല എന്ന്. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാല് അത് വേറെ ആരെയും എന്തെങ്കിലും അറിയിക്കാനുള്ളതല്ലോ. അപ്പൊ അവിടെ അവൻ എന്ത് വേണം? അത് ദിക്റാണ് എന്ന കരുത്ത് വേണം. അതാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വെറുതെ ഒരു പിന്നെ ഓരോന്നിലും വേണം തന്നെയാണ് കിതാബിലൊക്കെ ഉള്ളത്. ഓരോന്നിലും അങ്ങനെ വേണം തന്നെയാണ് കിതാബിലൊക്കെ ഉള്ളത്. അതിന് വല്ലാതെ വസ്വാസായി കൂടണ്ട. അതൊക്കെ പിന്നെ അവിടെ അങ്ങനെ വല്ലാതെ ഇനിയിപ്പോ അഥവാ ഏതൊന്ന് അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അങ്ങനെ വസ്വാസായി കൂടണ്ട. അത്തരം വിഷയങ്ങളൊക്കെ വേഗം വസ്വാസ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കി തീർക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ. അപ്പൊ അതിന് വല്ലാതെ കൂടണ്ടങ്ങള്. റമദാനിൽ അവസാനത്തെ 10 പള്ളിക്ക് പോകാൻ പള്ളിക്ക് പകരം പാടത്ത് ഏറ്റിക്കാഫ് ഇരിക്കാൻ പറ്റുമോ? എന്തിനാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ? ഈ ചോദിക്കാത്ത ഇവിടെ ഉണ്ടാ ആരും പറഞ്ഞു ഞങ്ങൾ പാടത്താണ് ഏറ്റിക്കാഫ് ഇരിക്കാൻ അങ്ങനെ അല്ല. നമ്മളിപ്പോ ഇതല്ലോ അല്ലെ, നമ്മുടെ എതിർപക്ഷത്തെ അതിന് ആണെങ്കിലും ശരി വിമർശിക്കുന്നതിന് ഒരു ഇതല്ലേ. അവര് പറയണ്ട നിങ്ങൾ പാടത്തേക്ക് പിന്നെ ഏറ്റിക്കാവിന് വരിയെന്ന് അങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പൊ വെറുതെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കരുത് ആരെ കുറിച്ചും. അവര് പറഞ്ഞില്ല ഏത് റമദാനിലെ അവസാനത്തെ 10 പാടത്ത് ഏറ്റിക്കാഫിന് ഇരിക്കാൻ വരി എന്ന് അവരാരും പറഞ്ഞില്ലല്ലോ. അപ്പൊ അത് അത്തരം ചോദ്യം വെറുതെ മനുഷ്യന്റെ ഈ വിലപ്പെട്ട സമയം വെറുതെ കളയരുത്. ലുഹുർ വഖത്തിന് ആണ് ആർത്തവം ആയതെങ്കിൽ ലുഹുർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അത് ഖളാ വീട്ടേണ്ടി വരുമോ? അതുണ്ട്. അതങ്ങനെ തന്നെയാണ്. ഒരു വക്ത് ഒരു നിസ്കാരത്തിന്റെ വക്തിലാണ് അവൾക്ക് ആർത്തവം വന്നത്. പക്ഷെ ആ നിസ്കാരം നിസ്കരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നിസ്കരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവൾ നിസ്കരിച്ചില്ല. അപ്പോൾ നിസ്കരിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും എന്ത് ചെയ്തു? അവൾക്ക് ആർത്തവം വന്നു. എന്നാൽ ആ നിസ്കാരം അവള് ഖളാ കൂട്ടണം. ആ വക്കത്ത് അവൾ ഖളാ കൂട്ടണം. പക്ഷെ അവൾ കുറ്റക്കാരിയല്ല. അത് ഖളാക്കിയതിന്റെ പേര് അവൾ കുറ്റക്കാരിയല്ല. കാരണം എന്താണ്? അവൾ നിസ്കരിക്കാൻ ഒരുങ്ങിയായിരുന്നു. ആ നിസ്കാരം ഖളാ ആകാതെ തന്നെ നിസ്കരിക്കാൻ ഉള്ള ഒരു സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി അവൾ ഒരുങ്ങിയായിരുന്നു. പക്ഷെ അവൾക്ക് അപ്പോഴേക്കും ഹൈദ് സംഭവിച്ചു പോയി. അപ്പൊ അതിന്റെ പേര് അവൾ ഖളാക്കിയതിന്റെ പേര് കുറ്റക്കാരിയല്ല. പക്ഷെ അവൾ അത് ഖളാ കൂട്ടണം. പിന്നെ ഇന്ന് അറബികൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. ഭാര്യയുടെ ഉമ്മാനെ തൊട്ടാൽ ഉളു മുറിയും. എന്താണ് അറബികൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ശ്വാസം തടനല്ലേ? അതുണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് സഹിയാവലാണുള്ളൂ. അതവർക്ക് വിവരമില്ലാത്തതിന്റെ പേരിലാണ്. ഹനഫി മദ്ഹബ് പിന്നെ ഈ മദ്ഹബും സ്വീകരിക്കാതെ ഈ ഹദീസിന്റെ ലാഹിർ കൊണ്ട് ഏതെങ്കിലും ഹദീസിൽ എങ്ങനെയും കാണുമ്പോഴേക്കും അതുകൊണ്ട് അമല് ചെയ്യാറുണ്ടല്ലോ. ജോറബുമ്മ തടഞ്ഞുള്ള ഹദീസൊക്കെ ഉണ്ട്. പക്ഷെ ആ ജോറബ് എങ്ങനത്തെ ജോറബായിരുന്നു എന്ന കാര്യമൊന്നും അറിയില്ല. അപ്പൊ ഏതായാലും ശരി സഹിയാവുകയില്ല. അതാണ് സാധാരണ കട്ടിയില്ലാത്ത ശ്വാസങ്ങളെ തടയാൽ സഹിയാവുകയില്ല. പിന്നെ ഭാര്യയുടെ ഉമ്മാൻ തൊട്ടാ ഉളു മുറിയില്ല. ഭാര്യന്റെ അമ്മാനെയും ആ അമ്മാന്റെ അമ്മാനെയും അതിന്റെ അമ്മാനെയും ഒന്നും തൊട്ടാ ഉളു മുറിയില്ല. അതുപോലത്തെ ഭാര്യന്റെ വാപ്പാന്റെ അമ്മ ഉണ്ടല്ലോ, അമ്മോശന്റെ അമ്മ, ആ അമ്മോശന്റെ അമ്മാനെയും അതിന്റെ അമ്മാനെയും ഒന്നും തൊട്ടാലും അങ്ങനെയും ഉളു മുറിയില്ല. പിന്നെ ഭാര്യയുടെ ഉമ്മാൻ തൊട്ടാലും അല്ലേ പറഞ്ഞ ഉളു മുറിയില്ല. പിന്നെ സുന്നത്തായ ഉംറയുടെ വാജിബാത്ത് ഒഴിവാക്കിയാലും അറവ് വേണോ? സുന്നത്തായ ഉംറന് വാജിബ ഏതായാലും ശരി അതിന്റെ ഒക്കെ ഒരേ നിയമം തന്നെയാണ്. സുന്നത്തായ ഉംറ സഹിയാവാണ് ഇല്ലേ? ഉദാഹരണം പറയാൻ സുന്നത്ത് നിസ്കാരത്തിനും ഫർദ് നിസ്കാരത്തിനും ഒക്കെ ഒരേ റുക്കനുകളാണല്ലോ അല്ലെ? നിസ്കാരത്തിന്റെ ഫർദുകൾ എത്രയാണ്?
നിസ്കാരത്തിന്റെ ഫർളുകൾ 14, സുന്നത്ത് നിസ്കാരത്തിന്റെ ഫർളും അതും 14-നാണ്. സുന്നത്ത് നിസ്കാരത്തിന്റെ റുക്നും 14-നാണ്. അത് സുന്നത്തല്ലേ വെച്ചിട്ട് അങ്ങനെയല്ല. എന്നുവെച്ചാൽ ആ നിസ്കാരം സഹിയാവണമെങ്കിൽ നിർബന്ധമായും പാലിക്കേണ്ടുന്ന വിഷയം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫർള് നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം സഹിയാവണമെങ്കിൽ നിർബന്ധമായും പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ. സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ആ സുന്നത്ത് നിസ്കാരം സഹിയാവാൻ പൂർണ്ണമായും, അതുപോലെ തന്നെ ഉംറ, സുന്നത്തായ ഉംറനും ശരി. സുന്നത്തായ ഉംറന്റെ സഹിയാണ് ഇന്ന് ഇഹ്റാം വേണമല്ലേ, നിയ്യത്ത് വെക്കണല്ലോ. ഫർളായ ഉംറാനിലും വേണം. ഇപ്പൊ തവാഫ് ചെയ്യണ്ടേ വേണം, ഫർളായ ഉംറാനിലും വേണം. സഹി ചെയ്യണ്ടേ വേണം, ഫർളാ മുടി നീക്കം ചെയ്യണ്ടേ വേണം. ആ ഫർദിന് സുന്നത്തിനൊക്കെ ഒരേ നിയമം തന്നെയാണ് ആ വിഷയത്തിൽ. അപ്പൊ വാജിബാത്ത്, സുന്നത്തിന്റെ ആവട്ടെ ഫർളിന്റെ ആവട്ടെ, വാജിബാത്ത് ഒന്നിനെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, കരുതി കൂട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കുറ്റക്കാരനാണെങ്കിൽ പുറമെ ഫിദിയും കൊടുക്കണം. ഏത് വാജിബാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതല്ല, കരുതി കൂട്ടിലെല്ലാം നിൽക്കുക, എന്നാൽ കുറ്റക്കാരനല്ല, അപ്പോഴും ഫിദി കൊടുക്കണം. തഹജ്ജുദ് നിസ്കാരം ഒന്ന് വിവരിക്കാമോ? നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങണോ എന്ന്? എത്ര റക്അത്ത് വരെ? നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങുന്നു വേണ്ട, രാത്രി ഉറങ്ങണം. രാത്രി ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്നതിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയാ. അത്തനഫുൽ ലൈലൻ ബഅദ നൗമീന. രാത്രി ഉറങ്ങിയതിന് ശേഷം, ഉറങ്ങിട്ട് എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം സുബഹിന്റെ മുമ്പായിട്ട്, അതാണ് തഹജ്ജുദ് നിസ്കാരം. അവ തഹജ്ജുദ് നിസ്കാരത്തിന്റെ മുമ്പായി ഉറങ്ങൽ നിർബന്ധമാണ്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങൊന്നും വേണ്ട. പിന്നെ എത്ര റക്അത്താണ്? അത് റക്അത്തിന് കണക്കില്ല, എത്രയും നിസ്കരിക്കാം. 2, 4, 6, 8, 10, 100, 1000 എത്ര സാധിക്കുന്നു വെച്ചാൽ നിസ്കരിക്കാം. അതിന് പ്രത്യേകമായ എണ്ണത്തിന്റെ കണക്കില്ല. പിന്നെ ഉപ്പാക്ക് ഹജ്ജിന് നറുക്ക് കിട്ടിയിട്ടുണ്ട്, ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വളരെ നല്ല രീതിയിൽ ഹജ്ജിനൊക്കെ പോയി കാര്യങ്ങളൊക്കെ ഭംഗിയായ രീതിയിൽ നിർവഹിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഹജ്ജും അല്ലാഹു തആല മഖബൂലും മബ്റൂറുമാക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നാവ് ഓടിക്കാൻ സുന്നത്തുണ്ടോ? സുന്നത്താണ്. നാവ് ഓടിക്കാൻ സുന്നത്താണെന്നുള്ളത് നമ്മുടെ ഫിഖഹിന്റെ കിതാബിലൊക്കെ ഉണ്ട് അല്ലേ? പല്ല് പിന്നെ തേക്കല് സുന്നത്താണ്, നാവ് വടിക്കലും സുന്നത്താണ്. നാവ് വടിക്കാറാല് മിസ്വാക്ക് നാവിലും നടത്തുക, അതാണ്. അതായത് ടങ് ക്ലീനർ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുക എന്നുള്ളതല്ല. ബ്രഷ് കൊണ്ടാണെങ്കിൽ ബ്രഷ് കൊണ്ട്, അതല്ലെങ്കിൽ ഇനി അറാക്കാണെങ്കിൽ അറാക്ക്, അതൊക്കെ ഉപയോഗിച്ചിട്ട് നാവുമ അത് നടത്തുക, അത് സുന്നത്താണ്. ഹദീസിലുണ്ട് ആ വിഷയം. ഹദീസ് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നു, അതിനെ കുറിച്ച് ആരോ ചോദിച്ചപ്പോ. എന്താണ് ഇപ്പൊ ഹദീസ്? എന്താണ് കൃത്യമായിട്ട് ഇപ്പൊ ഓർമ്മയില്ല. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണോ ഹദീസ്? ഇപ്പൊ കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതായാലും ശരി, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ നാവിന്റെ മേൽ റസൂലുള്ളാഹി മിസ്വാക്കിന് വെച്ചിട്ടുണ്ട് എന്ന്. ആ സമയം ആ രീതിയിലാണ് ഞാൻ റസൂലുള്ളാഹിനെ കണ്ടത് എന്നുള്ള ഹദീസ് ഉണ്ട്. പല്ലുമലല്ല, നാവുമേ. അപ്പൊ പല്ലിയാക്കലൊക്കെ കഴിഞ്ഞ ശേഷം നാവുമേ അങ്ങനെ റസൂൽ അങ്ങനെ മിസ്വാക്ക് വെച്ചിക്കാണ്. ആ സമയത്താണ് ഞാൻ റസൂലുള്ളാഹിനെ കണ്ടത് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഞാൻ ഹദീസ് എങ്ങനെയാണ് ശരി, പിന്നെ നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ ഉണ്ട്. മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. പിന്നെ ഫിൽ അസ്നാനി അല്ലെ, നാവിലും അല്ല പല്ലിലും നാവിലും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എന്നുണ്ട്. പിന്നെന്താണ്, ക്യാഷ് ആയിട്ട് വാങ്ങിയിട്ട് കുമ്പോൾ 50% ബിൽ വാങ്ങി. പടച്ചോനെ, എന്താണ് നിങ്ങൾ ഇന്നെങ്ങനെ ഇടങ്ങറാക്കണ്? ഞാനിപ്പോ എന്താ വായിച്ചത് അല്ലേ? അതിനെ പിന്നെ കുറ്റം പറഞ്ഞ കാര്യട്ടാ, നിങ്ങളുടെ എഴുത്തിന്റെ വേറാണ്. ക്യാഷ് ആയിട്ട് വാങ്ങിക്കുന്ന എഴുതി, പിന്നെ കുമ്പോൾ എന്നുള്ളത് വേറെ. വാങ്ങിക്കുമ്പോൾ എന്നാണല്ലോ എഴുതിക്കുന്നത്. ആ വാങ്ങി 2 ക്യാൻഡി കൂടെ ഇടയിൽ സ്പേസ് വന്നിട്ട്, സ്പേസ് എന്നല്ലേ പറയല് അല്ലേ? ആ ഒരു വിടവ് അത് വന്നിട്ടുണ്ട്. ആ 2 കൂടെ ഒന്നിച്ച് എഴുതിയാൽ മതിയല്ലോ. സാരല്ലേ? ആ വാങ്ങിക്കുമ്പോൾ 50% ബിൽ ഡിസ്കൗണ്ട് കിട്ടും. ക്രെഡിറ്റ് ആണെങ്കിൽ അത് കിട്ടില്ല. അതൊന്നും പലിശാവൂല. അതൊക്കെ കച്ചവടക്കാരന്റെ അതിന് അധികാരക്കമുണ്ട്. ഒരാള്
പിന്നെ ആ നിലക്ക് ആദ്യം നിബന്ധനയാക്കരുത് മാത്രം. ഒരാളെന്തെങ്കിലും ഇങ്ങനെ പൈസ സാധനം വാങ്ങുകയാണ്. അപ്പൊ ആർക്കെന്ത് ചെയ്താൽ കച്ചവടക്കാരൻ ഒരു 50% അല്ലെങ്കിൽ ഇത്രയും പൈസ കുറച്ചു കൊടുത്ത് അതിനുള്ള അധികാരം ആൾക്കുണ്ട്. വേറെ ആൾക്കെന്ത് ചെയ്താൽ ചെയ്തു കൊടുത്തില്ല നിൽക്കുക. എന്നാലും അതൊന്നും അതിനൊക്കെ അധികാരം അതൊന്നും പലിശാവൂല. ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ ഫർളായ ഹജ്ജിന് പോകാൻ പറ്റുമോ? അത് പറ്റും. ഭർത്താവിന്റെ സമ്മതം ചോദിക്കൽ ആണ് നല്ലത് എന്ന് മാത്രമല്ല സുന്നത്തുമാണ് അതൊക്കെ. ഭർത്താവ് ഫർളായ ഉംറയാണെങ്കിലും ശരി ഭർത്താവിന്റെ സമ്മതമൊക്കെ ചോദിക്കുക. ഇനി ഭർത്താവ് തടഞ്ഞു നിൽക്കുക, ഇനി പോണ്ടാന്ന് പറഞ്ഞേക്കുക, എന്നാലും അവൾക്ക് പോവൽ അനുവദനീയമാണ്. അതാണ് അനുവദനീയമാണെന്ന് മാത്രമല്ല പോവൽ നിർബന്ധമാണ്. ഫർളായി അവൾ ഹജ്ജ് നിർബന്ധമായ അവളാണ് എങ്കിൽ അവളെ ഹജ്ജ് നിർബന്ധമായ അവളാണ്, അല്ലെങ്കിൽ ഉംറ നിർബന്ധമായ അവളാണ്. പക്ഷെ ഭർത്താവ് സമ്മതിക്കുന്നില്ല നിൽക്കുക. എന്നാ നിങ്ങൾ സമ്മതം എനിക്ക് തൽക്കാലം ആവശ്യമില്ല, ഞാൻ പോട്ടെ, അസ്സലാമലൈക്കും ഓൾക്ക് പോവാം. പക്ഷെ അതേ സമയത്ത് ഭർത്താവ് ഒരു കുടുംബജീവിതം വളരെ സുഖകരമായ രീതിയിൽ നീങ്ങണമെങ്കിൽ അങ്ങോട്ടൊന്നും പരസ്പരം സഹകരിക്കേണ്ടതാണല്ലോ. അപ്പൊ ഭർത്താവ് എന്നോടൊക്കെ സമ്മതം ചോദിക്കുക, തേർക്കാനൊക്കെ പറയാണ്ട് നല്ല തൃപ്തിയിൽ പോകുക, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അയാൾ മുടക്കുകയാണെങ്കിലും അവൾക്ക് പോവൽ അതിന് അനുവദനീയമാണെന്ന് മാത്രമല്ല പോവൽ നിർബന്ധവുമാണ്. അവളുടെ ഹജ്ജും ഉംറക്ക് നിർബന്ധമായവളാണ് എങ്കിൽ. ഞാൻ ഉംറ ചെയ്യാൻ പോയി, തഹല്ലുലാവാൻ മുടി മുറിക്കാൻ മറന്നുപോയി. ദിവസങ്ങൾക്ക് ശേഷമാണ് ഓർമ്മ വന്നത്. ഞാൻ അറവ് നടത്തുകയാണെങ്കിൽ നാട്ടിൽ വെച്ച് ചെയ്താൽ മതി. അതുകൊണ്ട് അറവ് നടത്തൊന്നും വേണ്ട. നിങ്ങൾ എപ്പോഴാണോ മുടി നീക്കം ചെയ്ത് അപ്പോഴേ നിങ്ങൾ തഹല്ലുലായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ എന്ത് വേണ്ട. അതിന്റെ പേരിൽ ഒരാൾ അതിന്റെ പേരിൽ അറവൊന്നും നിർബന്ധമില്ല. പക്ഷെ അതേ സമയത്ത് അയാൾ തഹല്ലുലാവാതെ സയ്യൊക്കെ കഴിഞ്ഞു, അയാൾ മുടി നീക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് അയാള് ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. എന്നാൽ അതിന്റെ ഫിദിയ കൊടുക്കണം. അതേസമയത്ത് ഒന്നും ചെയ്തിട്ടില്ല നിൽക്കുക, എന്നാലോ ഫിദിയും കൊടുക്കണ്ട. പക്ഷെ എപ്പോഴാണ് മുടി നീക്കം ചെയ്തത് അപ്പോഴേ അയാൾ തഹല്ലുലാവുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി അതല്ല, അയാള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയല്ലേ. ചില ആളുകൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ സയ്യൊക്കെ കഴിഞ്ഞ് തവാഫ് കഴിഞ്ഞു, സയ്യൊക്കെ കഴിഞ്ഞ് അയാൾ എന്ത് ചെയ്ത് അപ്പൊ ഉംറ കഴിഞ്ഞല്ലോ വിചാരിച്ച് ആരെങ്കിലും പോരായിരുന്നു, മുടി വെട്ടിയിട്ടില്ല, അങ്ങനെ പോരായിരുന്നു. അങ്ങനെ അയാൾ എന്ത് ചെയ്ത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ആ വിഷയം അറിയാതെ അയാൾ ട്രൗസർ ഇട്ട് ബനിയട്ട് പാന്റ് ഇട്ട് കുപ്പായിട്ട് നിൽക്കുക. എന്നാൽ അതിന്റെ പേര് ഫിദിയല്ല. ഫിദിയും വേണ്ട, ആൾ കുറ്റക്കാരനല്ല. എന്താ കാരണം? അയാൾ അറിയാതെ ചെയ്തു പോയതാണ്. നേരെ മറിച്ച് കരുതി കൂട്ടി അങ്ങനെ ചെയ്തു നിൽക്കുക, എന്നാൽ ആൾ കുറ്റക്കാരനുമാണ്, ഫിദിയും കൊടുക്കണം. അറിയാതെ സംഭവിച്ചു പോയതാണ്, എന്നാൽ ആൾ കുറ്റക്കാരനല്ല, ഫിദിയും കൊടുക്കണ്ട. നേരെ മറിച്ച് അയാൾ ഷേവ് ചെയ്തു, പിന്നീട് മുടി നീക്കം ചെയ്തു, താടി വെട്ടി, എന്നാലേ അയാൾ മറന്നു ചെയ്താലും അല്ലെങ്കിൽ അറിയാതെ ചെയ്താലും ഫിദിയ കൊടുക്കുകയും വേണം. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് അത്? നശിപ്പിക്കലാണ്. നശിപ്പിക്കുന്ന കാര്യം കരുതിക്കൂട്ടി ചെയ്താലും അറിയാതെ ചെയ്താലും ഫിദിയ കൊടുക്കണം. നേരെ മറിച്ച് അനുഭവിക്കുന്ന കാര്യമാണെങ്കിലോ കരുതിക്കൂട്ടി ചെയ്തെങ്കിൽ മാത്രമേ ഫിദിയുള്ളൂ. ഉസ്താദെ, രാത്രി ജോലിക്ക് പോകുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കണ്ട. ഞങ്ങൾ എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നത്? തഹജ്ജുദ് നിസ്കരിക്കൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലേ ഇത്, അല്ലേ? അതിന് തഹജ്ജുദ് സഹിയാണെങ്കിൽ ഒരാള് എനിക്ക് പള്ളിക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ എങ്ങനെ തഹയ്യത്ത് നിസ്കരിക്കുന്ന അറിയാൻ പറ്റുമോ? അപ്പൊ പള്ളിയിൽ പ്രവേശിച്ചാൽ ചെയ്താൽ മതി. പള്ളിയിൽ പ്രവേശിച്ചാൽ ചെയ്താലും മതി ഏത് തഹയ്യത്ത്. അല്ലാതെ അത് പ്രത്യേകമായ അതുകൊണ്ട് രാത്രി ഉറങ്ങി നീച്ചു നിൽക്കുക, അപ്പൊ നിസ്കരിച്ചാൽ മതി തഹജ്ജുദ്. ഒരാൾ രാത്രി തീരെ ഉറങ്ങില്ല നിൽക്കുക, എന്നാലും ആൾക്ക് എന്നാലും ഖിയാമുല്ലൈൽ സുന്നത്തുണ്ട്. എന്താ ഖിയാമുല്ലൈൽ പറഞ്ഞാൽ രാത്രി നിന്നങ്ങനെ നിസ്കരിക്കന്നെ. പക്ഷെ തഹജ്ജുദ് ആവൂല. തഹജ്ജുദാണെങ്കിൽ ഒന്ന് ഉറങ്ങിയതിനു ശേഷം ആയിരിക്കണം. അതെല്ലാരും തന്നെ രാത്രി അങ്ങനെ ഉറങ്ങാതെ തന്നെ നിന്നങ്ങനെ നിസ്കരിക്കന്നെ, എന്നാലും അവന് ഖിയാമുല്ലൈലിന്റെ കൂലി കിട്ടും.
അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ 5 വർഷം മുമ്പ് തൻഈമിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് ചെയ്തു. അറവ് നടത്തിയില്ല. ഇനി എന്ത് ചെയ്യണം? നിങ്ങള് KS അബഹയിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ ഞാൻ ചോദിക്കണേ നിങ്ങൾ മറുപടി നിങ്ങൾ കേൾക്കണ്ട. ഞാൻ ചോദിക്കണേ നിങ്ങൾ നിങ്ങളുടെ PM തന്നെ മറുപടി നൽകണം. നിങ്ങളെ ഞാൻ പറഞ്ഞ കേൾക്കണ്ട. നിങ്ങളാ PM നിങ്ങൾ ആരാന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തണ വെറുതെ അല്ല. അപ്പൊ നിങ്ങളാ അഡ്രസ് ഇത് വേറെ അല്ലേ? PM ആകുമ്പോ നമ്മള് കണ്ടുള്ള കള്ളി അറിയുള്ളൂ. അതല്ല ഈ PM അടിക്കാൻ പറഞ്ഞത്. നമ്മള് മാത്രമല്ല കള്ളി അറിയുള്ളൂ. അപ്പോ നിങ്ങൾ അബഹയിൽ നിന്നാണ് അന്ന് അബഹയിൽ നിങ്ങൾ ഹജ്ജിന് അബഹയിൽ നിന്നാണ് നിങ്ങൾ ഹജ്ജിന് പോയത്. അപ്പോ അബഹയിൽ നിന്ന് നിങ്ങൾ പോകുമ്പോ ആദ്യം ഉംറക്ക് ഇഹ്റാം ചെയ്താ പോയത്? അതൊന്ന് എങ്ങനെ പോയത്? ഒന്ന് ഇഹ്റാം ചെയ്യാതെ പോയത്? എങ്ങനെ പോയത്? അബഹയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മീഖാത്ത് ഏതാണ് ശരിക്ക്? അബഹയിൽ നിന്ന് എനിക്ക് ആ സ്ഥലം അറിയില്ല. അബഹക്കാര് മക്കയിലേക്ക് പോകുമ്പോൾ പിന്നെ ത്വായിഫാണ്, യലംലമാണോ? യലംലമാണ്. ശരി. അപ്പൊ യലംലമിൽ നിന്ന് നിങ്ങൾ ഇത് ചെയ്തിരുന്ന? യലംലമിൽ നിന്ന് നിങ്ങൾ ഉംറക്ക് ഇഹ്റാം ചെയ്തിരുന്നു അന്ന് പോകുമ്പോ? ഇല്ല. അപ്പൊ യലംലമിൽ നിന്ന് ഹജ്ജിനോ ഉംറക്കോ ഒന്നും ഇഹ്റാം ചെയ്യാതെ പോയില്ലേ? നിങ്ങൾ അബഹയിൽ നിന്ന് പോകുമ്പോൾ യലംലമിൽ വെച്ച് നിങ്ങൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തില്ല, അങ്ങനെ പോയി. അങ്ങനെ നിങ്ങൾ ത്വായിഫിൽ നിന്ന് അല്ല മറ്റേ തൻഈമിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് ഹജ്ജിനാണ് തൻഈമിൽ നിന്ന് ഇഹ്റാം ചെയ്തത്. അപ്പൊ നിങ്ങൾ മീഖാത്തിൽ നിന്ന് നിങ്ങൾ ഇഹ്റാം ചെയ്തില്ല. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തില്ല. ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടൊരു വാജിബ ഇതാണ് ഏത്? മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. ആ പണി നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് നിർബന്ധമാണ്? വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അറിയാതെ സംഭവിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. സംഭവിച്ച കുറ്റമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു അറിവ് നിർബന്ധമുണ്ട്. ഇപ്പൊ അർത്ഥം മതി. ഇപ്പോഴേ സൗകര്യമുള്ള സമയത്ത് അർത്ഥം മതി. പക്ഷെ അത് ഹറമിൽ കൊടുക്കണം. ഹറമിലെ ആ ഹറം പ്രദേശം ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും വെച്ച് ആയിരിക്കണം എന്ന് മാത്രം. അപ്പൊ ആരെങ്കിലും ആ ഭാഗത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ചറിയിച്ചാൽ മതി. അവിടെ ഒരു അർത്ഥം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഓഫീസിൽ അതിന് പണം അടക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴേലും പോകുമ്പോഴോ എന്തെങ്കിലും ചെയ്താലും മതി. അപ്പൊ അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു റേഡിയോ പ്രേക്ഷകൻ വാട്സപ്പിൽ വിട്ടതാണ്. അയാളുടെ ഉപ്പാക്ക് സുഖമില്ല, മൂത്രത്തിന്റെ അസുഖമുണ്ട്, ഷുഗറും പ്രഷറും, ഇപ്പോൾ ഇൻസുലിൻ ചെയ്യുകയാണ്, ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹബായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ ഉപ്പാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ, പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, നല്ല പണി കിട്ടുവാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നല്ലൊരു ജോലി, നിങ്ങൾക്ക് മനസ്സിന് നല്ല തൃപ്തി ലഭിക്കുന്ന നല്ലൊരു ജോലി അല്ലാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. അതിൽ അല്ലാഹു ഖൈറും ബർക്കത്തും നിങ്ങൾക്ക് സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സുന്നത്ത് കഴിക്കുമ്പോൾ, അതായത് ചേരാക്രമം, തൊലി കരിക്കുകയാണെങ്കിൽ അത് ശരിയാണോ? അതൊക്കെ ശരിയാണ്, എങ്ങനെയായാലും വേണ്ടില്ല. സുന്നത്ത് അതെ, അത് വെട്ടിയെടുത്താലും വേണ്ടില്ല, മുറിച്ചെടുത്താലും വേണ്ടില്ല. ഇനി വേറെ ആധുനികമായ മറ്റു വല്ല രൂപങ്ങളിൽ നിൽക്കുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ആ ഹഷ്ഫുണ്ടല്ലോ, ആ ലിംഗം, ആ ഭാഗത്തുള്ള തൊലി നീങ്ങിയാലും മതി. അത് ഏത് രീതിയിലാണെങ്കിലും വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉമ്മാക്ക് 2 ദിവസമായി നല്ല പനി, അസുഖം മാറാൻ ഉസ്താദ് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ചെറിയ പനി അടക്കമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഏത് ചെറിയ രോഗം ആണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണം അവന്റെ കുറെ ചെറുദോഷങ്ങൾ പൊറുക്കുന്ന ഒരു ചെറിയ പനിയായാലും മതി. ആ പനി ആണെങ്കിൽ അതിന്റെ പേരിൽ ആ രോഗത്തിന്റെ ഖദർ അനുസരിച്ച്, അതിന്റെ ശക്തി അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങളും പൊറുക്കും.
ചെറിയ രോഗമാണെങ്കിൽ ചെറിയ ദോഷങ്ങളൊക്കെ അങ്ങനെ പൊറുക്കും, വലിയ രോഗങ്ങളാണെങ്കിൽ വലിയ ദോഷങ്ങളൊക്കെ അങ്ങനെയും പൊറുക്കും. വൻദോഷങ്ങൾ എന്നല്ലാതെ ധാരാളം ദോഷങ്ങൾ അങ്ങനെ അതുകൊണ്ട് പൊറുക്കും. ഏതായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഫിദിയ എന്ത് ഫിദിയ? ഏത് ഫിദിയ ഞങ്ങൾ പറഞ്ഞത്? ഉസ്താദെ, പെട്ടെന്ന് ലീവ് ശരിയാവാൻ തൃപ്തികരമായ ഒരു വധുവിനെ കിട്ടാനും ഉസ്താദ് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ലീവൊക്കെ എത്രയും വേഗം ശരിയാക്കി തരട്ടെ. അള്ളാഹു സ്വാലിഹത്തായ, സൽസ്വഭാവിയായ, നല്ല സൗന്ദര്യവതിയായ, നല്ല തന്റെ ഇടവും വിവേകവും ഒക്കെ ഉള്ള നല്ലൊരു ഇണയെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. എന്താണ് ഇദ്ദേഹം ഉസ്താദെ ഫിദിയ എന്നിരിക്കണം? എന്താണ് ചോദ്യം? മനസ്സിലായില്ല. ഇത് കഴിഞ്ഞ് വേഗം അതിന് മറുപടി പത്താണ്ട് പറയാം. അതോടുകൂടി ആണ് അവസാനം. നിങ്ങൾ വേഗം പിന്നെ ബാക്കി ചോദിക്കേണ്ടി പറയും, എഴുതി വേഗം ടെക്സ്റ്റ് ചെയ്യും. ഉസ്താദെ ഫിദിയ എഴുതിയാണ്, മനസ്സിലായില്ലോ. ഏതായാലും ശരി, ഇൻഷാ അല്ലാഹ് ഇനി പിയ്യൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കിട്ടിയാൽ ഇറച്ചി എന്തെങ്കിലും സംഘടനയുടെ പൊതു പരിപാടിക്ക് കൊടുക്കാമോ? സംഘടനയുടെ പൊതുവൊന്നല്ല ഫിദിയ എന്ന് പറഞ്ഞാല്. ഫിദിയ നിങ്ങൾക്ക് കിട്ടിയാല് അതിന്റെ ഓര് നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അതല്ല പറഞ്ഞത്. ഫിദിയ അത് ഹറമിലെ ഫഖീർ മിസ്കീന്മാർക്കുള്ളതാണ്. ഹറമിലെ ഫഖീർ മിസ്കീന്മാർക്ക് ഉള്ളതാണ്. നിങ്ങൾ ഹറമിലെ നിങ്ങൾ ഫഖീർ മിസ്കീന്മാരിൽ പെട്ട ആരെങ്കിലും ആണ് നിൽക്കുക. അങ്ങനെ നിങ്ങൾക്ക് അറച്ച് കിട്ടി നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നാണ്. അത് നിങ്ങൾക്ക് ഉടമയായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. സംസം മുസ്ലിമിന് കൊടുക്കുമോ? അത് കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കടം വീടാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങളുടെ കടം വേഗം വീട്ടിത്തരട്ടെ. കടം വീട്ടാനുള്ള ഹലാലായ മാർഗം അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഏതാണ് ചെങ്ങായിയാവോ? അത് പോട്ടല്ലേ, മൂപ്പർക്കൊന്നുമില്ല. മൂപ്പർക്ക് അങ്ങനെ ഒരു അവാർഡും ചോദിച്ചത് വെറുതെ ബുസ്സടിക്കുക, അങ്ങനെ ആനന്ദം കണ്ടെത്തായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യയെ തലാഖ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് തലാഖാകുമോ? ഇല്ല. അങ്ങനെ തലാഖ് ചൊല്ലുമെന്ന് പറഞ്ഞാൽ തലാഖാവൂല. ചൊല്ലിന്ന് ഇറങ്ങി തന്നെ തലാഖാവുള്ളൂ. എല്ലാ കളിക്കണ്ട ഞാൻ തലാഖ് ചൊല്ലുന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും തലാഖാവൂല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാനൊരു പ്രശ്നത്തിലാണ്. അതിൽ നിന്ന് ഒഴിവാൻ ദുആ ചെയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമവും എല്ലാ വക വിഷമത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ഒരു വിഷമത്തിൽ പെടുത്താതിരിക്കട്ടെ. അല്ലാഹു നിങ്ങൾക്ക് വിശാലതയും ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു എല്ലാ ബുദ്ധിമുട്ടും നീക്കി തരട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ബുധൻ ഉംറക്ക് പോകുന്നു, ദുആ ചെയ്യുമല്ലോ എന്ന് ബഹുമാനപ്പെട്ട സമദ് ഫൈസി പിയാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമദ് ഫൈസിയുടെയും സമദ് ഫൈസിന്റെ കൂടെയുള്ള ആളുകളുടെയും ആ യാത്രക്ക് അള്ളാഹു റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു അമലുകൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവരുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യുകയും അതിനൊക്കെ പൂർണ്ണമായ സവാബ് അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി ആവശ്യപ്പെട്ട് ഞാൻ മൈക്ക് ഇനി റിലീസ് ചെയ്യാണ്. ഇനിയും കുറെ PM ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അത് നാളെ ആവാം ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ളത് ഈ PM-ന് അത് നിൽക്കൂല. അതുകൊണ്ട് നീരസം പറയല്ല, സന്തോഷകരമാണ്. എത്ര PM ചെയ്താൽ നമുക്ക് അതുകൊണ്ട് വിഷമമൊന്നുമില്ല. പക്ഷെ എല്ലാം കൂടി ഇപ്പോൾ പൂർത്തിയാക്കപ്പോൾ സാധിക്കൂല. അതുകൊണ്ടാണ്. പിന്നെ ഒരു സഹോദരി, എന്താണ് സഹോദരൻ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ ഒരു വെറുതെ ബുസ് അടിച്ചിട്ടേ അല്ലേ? എന്താ ഇപ്പൊ അയാൾക്ക് അതുകൊണ്ട് കിട്ടുന്നത്? എന്താണ് ഇപ്പൊ അയാൾക്ക്? എന്താണ് ഒരു മനുഷ്യനെ കുറിച്ച് നല്ലതെന്ന് പറയിപ്പിച്ചൂടെ? അല്ലേ? വെറും ഈ മനുഷ്യന്മാരുടെ ലാനത്തിന് പാത്രാകുക വെച്ചാല് എന്നാ പോട്ടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിന് നാം നൽകുന്ന ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കുകയും അതിന് വമ്പിച്ച പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ.
അള്ളാഹു ദുന്യാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ഇതുവരേക്കും നമ്മുടെ അടുക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുകയും ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി മാത്രം ജീവിക്കാതെ തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി സന്തോഷത്തോടുകൂടി ഈ ലോകവുമായി വിട പറയുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമ്മദ് ഫൈസി അതുപോലെ തന്നെ ARCKP ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ആരെങ്കിലും മൈക്കിലേക്ക് വരണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الصدق والوفاء أما بعد. ശബ്ദമുണ്ടല്ലേ? എല്ലാവരും സലാം അടക്കുന്നുണ്ട്. അപ്പൊ ശബ്ദമുണ്ടെന്നാ. ഏതായാലും ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് അവറുകൾ ചോദ്യങ്ങൾ മറുപടി അൽഹംദുലില്ലാഹ് വളരെ നല്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ശരീരത്തിലും കുടുംബത്തിലും മക്കളിലും വിജ്ഞാനത്തിലും ജോലിയിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും അവർക്കും നമുക്കും ഏറ്റിത്തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച ഇവിടെ നിന്ന് ഒമാനിൽ നിന്ന് ഒരു സംഘത്തോടൊപ്പം ഉംറക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഇപ്പോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ മഖ്ബൂലും മബ്റൂറുമായ ഉംറയും അതോടുകൂടെയുള്ള സിയാറത്തുമൊക്കെ ആയി തീരാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും